എന്താണ് രോഗം? അനേക ആളുകൾ മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഈ പരിശുദ്ധമായ ദേവാലയത്തിനുള്ളിലും സമീപ പ്രദേശമായ ഹോസ്പിറ്റലുകളുമൊക്കെ ആയി ആശ്വാസം തേടി അലയുന്നവരുണ്ട്. എന്താണ് രോഗം? ഞാൻ പറയും, നിന്റെ രോഗക്കിടക്കയിലാണ് നിനക്ക് ദൈവദർശനം സാധ്യമാവുക. അതുകൊണ്ടാണ് യോബ് പറയുന്നത്, എൻ്റെ സഹനങ്ങളുടെ, എൻ്റെ സമൃദ്ധിയുടെ നടുവിൽ കണ്ട ദൈവത്തെക്കാൾ എൻ്റെ സഹനത്തിൽ കണ്ട ദൈവത്തിനാണ് സൗന്ദര്യം. 42-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. പ്രിയമുള്ളവരെ, രോഗങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും തളർച്ചകളുമൊക്കെ ദൈവത്തിൻ്റെ ദർശനം ലഭ്യമാകുന്ന സ്ഥലമാണ്. എന്താണ് രോഗക്കിടക്ക? ജീവിതത്തിൻ്റെ ഹ്രസ്വതയും ജീവിത സുഖങ്ങളുടെ വ്യർത്ഥതയും ഒരുത്തന് ബോധ്യമാകുന്ന വെളിപാടിടമാണ് രോഗക്കിടക്ക. ജീവിതത്തിന്റെ ഹ്രസ്വതയെക്കുറിച്ച്, ക്ഷണികതയെക്കുറിച്ച്, നൈമിഷികതയെക്കുറിച്ച്, ജീവിത സുഖങ്ങളുടെ വെട്ടിപ്പിടിക്കുകയാണ് മനുഷ്യൻ. അപ്പനെയും അമ്മയും വളർത്തി വലുതാക്കി അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ആരെയും ചവിട്ടിമെതിച്ച് ലോകത്തിന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിച്ച് മുന്നേറുകയാണ്. ഇവിടെയൊക്കെ രോഗക്കിടക്ക പറഞ്ഞു തരുന്ന അനുഭവമുണ്ട്. ഇതൊക്കെ വ്യർത്ഥമാണെന്ന വെളിപാടിടമാണ് യഥാർത്ഥത്തിൽ രോഗക്കിടക്കകൾ. സ്വർണം അഗ്നിയാൽ എന്ന പോലെ ചിലരെ ദൈവം ശുദ്ധീകരിക്കുന്ന ഇടം കൂടിയാണ് രോഗക്കിടക്കകൾ. പ്രിയമുള്ളവരെ, സഹനം 2 തരമുണ്ട്. ഒന്ന് ദൈവം അനുവദിച്ചു തരുന്നവ, 2 ദൈവം അനുവദിക്കാത്തവ. പക്ഷേ ഈ 2 സഹനത്തെയും തിരിച്ചറിയുക വളരെ പ്രാധാന്യമാണ്. യഥാർത്ഥമായ ആത്മീക ജീവിതത്തിന്റെ അടിത്തറയുള്ളവർക്ക് മാത്രമേ ഈ 2 സഹനങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളുണ്ട്, ദൈവം അനുവദിക്കാത്തവയുണ്ട്. തുടർച്ചയായി മദ്യപിക്കുന്ന മനുഷ്യനോട് പറയുന്നു, നീ അമിതമായി മദ്യപിച്ചാൽ നിന്റെ കരൾ നശിച്ചു പോകും. അത് ദൈവം അനുവദിച്ചു തരുന്നവയല്ല, സ്വയം ആ സഹനം ഏറ്റെടുക്കുന്നവയാണ് യഥാർത്ഥത്തിൽ. എന്നാൽ സഹനങ്ങളിലെ ഏറിയ പങ്കും ദൈവം നന്മയ്ക്കായി അനുവദിച്ചു തരുന്നവയാണ്. സർവവും നന്മയ്ക്കായി പരിണമിക്കുന്ന ദൈവം. അതുകൊണ്ടാണല്ലോ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, സകലതും ദൈവം സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്ന ദൈവം. എന്തിനാണ് തമ്പുരാൻ മനുഷ്യ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുന്നത്? ഇന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെയും ഞാനുൾപ്പെടെ ഒത്തിരി സങ്കടമായിട്ടാണ് ഞാൻ ഈ വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ നിൽക്കുന്നത്. എന്റെയും ചിന്ത പരിമല തിരുമേട് പ്രാർത്ഥിക്കുന്നത്, തമ്പുരാനെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം, രോഗമില്ലാതിരിക്കണം, സാമ്പത്തിക ക്ലേശം ഇല്ലാതിരിക്കണം, ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതിരിക്കണം, ഒരു ഭാരങ്ങളും ഇല്ലാതിരിക്കണം. കുറെ അപേക്ഷകളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് തമ്പുരാൻ മനുഷ്യ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിച്ചു തരുന്നത്? യോബിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ യോബ് പറയുകയാണ്, ജനിച്ച ഉടൻ ഞാൻ മരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുപോലും ചോദിച്ചു പോകുന്ന തീവ്ര സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നീട് തമ്പുരാനെ ശത്രുവായി എണ്ണിയിരിക്കുന്നത് സംശയിക്കുന്നവരുണ്ട്. യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നാൽ പിന്നീട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് വരുമ്പോൾ, സഹനങ്ങളുടെ പാരമ്യത്തിൽ വരുമ്പോൾ 19-ാമത്തെ 26-ാം വാക്യത്തിൽ യോബ് പറയുകയാണ്, എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസ തലത്തിലേക്ക് സഹിക്കുന്ന ആർക്കും ഉയരുവാനായിട്ട് സാധിക്കും. ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ. ഈ ഇടയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന കായംകുളം കാതീശ പള്ളിയിൽ ഉൾപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒത്തിരി വലിയ ആത്മീയതയൊന്നും കൈമുതലായിട്ടൊന്നുമില്ല, അത്യാവശ്യമൊക്കെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരൻ. ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ കാണുമായിരിക്കാം. പ്രാർത്ഥിച്ച് തൻ്റെ തൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനെ വാഹനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം പോയി. വാഹനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് വാഹനം പുറകോട്ട് വന്ന് ഈ നേഴ്സായി കോഴിക്കോട് ജോലി ചെയ്യുന്ന ഈ മകന്റെ കാലിലിടിച്ചു. ശരീരത്തിന്റെ മുഴുവനായി അസ്ഥികൾ മുഴുവൻ ഒടിഞ്ഞ് മാംസം അറ്റുപോയി. തിരുവല്ല പുഷ്പഗിരിയിൽ കിടക്കുകയാണ്. വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഡോക്ടർമാർ മാതാപിതാക്കളോട് പറഞ്ഞു, 1% പോലും രക്ഷയ്ക്ക് വഴിയില്ല.
പ്രിയമുള്ളവരെ, അനേകരുടെ പ്രാർത്ഥനകൾ, അനേകരുടെ കണ്ണുനീരുകൾ, അനേകരുടെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനകൾ, ആ മകൻ ഇന്ന് പരിപൂർണമായ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക്, കാലിന്റെ ഈ മുട്ടിന് താഴെയുള്ള ഭാഗം മാർബിൾ പീസെ കൊണ്ട് ചേന്തിപ്പോയി മാറിക്കിടന്നു. അതെടുത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ നേഴ്സിനോട് പറയുന്നുണ്ട്, ഇന്ന പരിഹാരക്രിയകളാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, ഇന്ന ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്. ആ മകൻ ഇന്ന് പരിപൂർണമായ സൗഖ്യം വന്നപ്പോൾ ദേവാലയത്തിൽ വന്നിരുന്നുകൊണ്ട് എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്കു മാത്രമേ ഇത് സഹിക്കുവാൻ പാടുള്ളൂ. വേറൊരാളാണെങ്കിൽ തൻ്റെ മാംസം അറ്റ് താഴെ കിടക്കുമ്പോഴും അതിന് പിന്നിൽ അവൻ അന്നേരവേ അറ്റാക്ക് വന്ന് മരിച്ചു പോകും. ഇവൻ പറയുകയാണ്, എനിക്കു മാത്രം സഹിക്കാവുന്നതാണ് ദൈവം എനിക്ക് തന്നത്. എനിക്ക് വലിയൊരു തിരിച്ചറിവാണ് അച്ഛാ. തുടർന്ന് ആത്മീകമായ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം തന്നൊരു മുഖാന്തരമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ ദൈവം അനുവദിച്ചു കൊടുത്ത അവന്റെ ജീവിതത്തിൽ വന്ന സഹനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ തനിക്ക് വേണ്ടി ലോകമെന്ന് ചിന്തിക്കുന്നവർ ധാരാളമുള്ള ലോകത്ത്, ലോകത്തിന് വേണ്ടി താനെന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. 4 പേർ ചേരുന്നിടത്ത് എന്ത് നന്മയാണ് അഞ്ചാമതുണ്ടാവുക? പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കണം. 4 പേർ ചേരുന്ന വഴികൾ, തെരഞ്ഞെടുക്കുന്ന വഴികൾ വ്യസനത്തിൻ്റെതാണ്. ദിവസവും പത്ര മാധ്യമങ്ങളിലൂടെ തിരിച്ചറിയുന്നുണ്ട് അനേക കൂട്ടുകൂടി ചേർന്നെടുക്കുന്ന വഴികൾ. ഡൽഹിയിൽ 4 പേർ ചേർന്ന് തെരഞ്ഞെടുത്ത വഴി ഒരു ബസ്സിനുള്ളിൽ ഒരു യുവതിയെ ജീവിതത്തിന്റെ മരണത്തിന്റെ അനുഭവത്തിലേക്ക് കുത്തിവിട്ടു. അങ്ങനെ നിരന്തരമായ കൂടിച്ചേരലുകളിൽ സംഭവിക്കുന്ന അനീതിയുടെ കഥകളാണ് പുറത്തു വരുന്നത്. പക്ഷേ 4 പേർ ചേരുന്നിടത്ത് ഇവിടെ 5ാമത് നന്മയുണ്ടാവുകയാണ്. നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ പ്രാർത്ഥനാ സംഗമങ്ങൾ, പേരിന് വേണ്ടി ഓരോ സമാജങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇങ്ങനെ കാശിന് വേണ്ടി മാത്രമായി തീരുന്ന സംസ്കാരത്തിൽ യഥാർത്ഥത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ, എൻ്റെ കൂടിവരവിൻ്റെ അനുഭവം അപരന് സാധ്യതയായി തീരണം. ചലനമറ്റവന് സഞ്ചാര സാധ്യതയായി തീർന്നു. 4 പേർ ചേർന്നപ്പോൾ കൂട്ടായ്മകൾ അപരന് കൂട്ടു നൽകുന്നതാകണം. ഒരുമിച്ച് ചേരുന്നിടത്തെ അന്വേഷണം ഒരുമിച്ച് വരുവാൻ കഴിയാതെ പോയി ഒറ്റപ്പെട്ടു പോയവനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, എന്താണ് തമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവന് സൗഖ്യം നൽകുവാൻ കാരണമാകുന്നത്? 2 കാരണങ്ങളാണ്. അവരുടെ വിശ്വാസത്തിന് 2 സവിശേഷതകളുണ്ട്. ഒന്നാമതായി അവരുടെ വിശ്വാസത്തിന്റെ സവിശേഷത എന്താണ് ചോദിച്ചാൽ, വിശ്വാസം വിപ്ലവമാണ്. വിശ്വാസം വിപ്ലവമാണ്. ഫെയ്ത്ത് ഈസ് റെവല്യൂഷൻ. അവരുടെ വിശ്വാസം വിപ്ലവമായിരുന്നു. കാരണം അവനവന്റെ സ്വകാര്യ ആവശ്യങ്ങളുമായി തിക്കി നിറഞ്ഞ് തമ്പുരാനെ കാണുവാൻ വഴിയിൽ പോലും സ്ഥലമില്ലാതെ അനേകർ അവനവന്റെ ആവശ്യങ്ങൾ തമ്പുരാന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ വന്നപ്പോൾ ഈ 4 പേർ ഇറങ്ങി പുറപ്പെട്ടു. കേട്ടിരുന്നാൽ മാത്രം പോരാ. വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളും ബുധനാഴ്ചകളിലും എവിടെയൊക്കെ പ്രസംഗമുണ്ടോ വീട്ടിൽ രാവിലെ TV തുറന്നു വെച്ച് എല്ലാ ചാനലിലെയും പ്രസംഗം മാത്രം കേട്ടാൽ പോരാ. പ്രസംഗം, മനുഷ്യൻ ദൈവത്തിന്റെ വചനം ജഡമായി മനുഷ്യരുടെ പാർത്ത പോലെ ഞാൻ കേൾക്കുന്ന വചനങ്ങൾ യഥാർത്ഥത്തിൽ അത് ചലനമുള്ളതായി തീരണം. ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങൾ ജീവിതത്തിൽ അപരന് സാധ്യതയായി തീരണം. കേട്ട് ആശ്വാസം പ്രാപിച്ചു പോകുന്ന അനുഭവമല്ല പ്രിയമുള്ളവരെ, ഇവിടെ വിപ്ലവമായി തീർന്നു. ക്രിസ്തീയ ജീവിതം ഒരു വിപ്ലവമാണ്. അതുകൊണ്ടാണ് 13 16 പാരമ്പര്യം പറയുന്ന ഒരു യൗവനക്കാരി പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അവൾ പറയുകയാണ്, സ്ത്രീയെ വെറും നികൃഷ്ട ജീവിയായി കണ്ടിരുന്ന കാലത്ത് അവൾ പറയുന്ന ഒരു വലിയ വിപ്ലവകരമായ അനുഭവമുണ്ട്. ദൈവം അഹങ്കാരികളെ താഴ്ത്തി താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം. വലിയൊരു വിപ്ലവത്തിന്റെ അനുഭവമാണ്. ഇരുന്നു കേട്ടവർ വിശ്വാസത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി നടന്നു. ഇരുന്ന് കേൾക്കുവാനും ആസ്വദിക്കുവാനും ആഗ്രഹിച്ചവർ ഒരുവനെ വഹിച്ച് യാത്ര ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിലേക്ക് വരികയാണ്. ഇടവഴിയിലൂടെ കടന്നു വരുമ്പോൾ, കാറിൽ കടന്നു വരുമ്പോൾ കാണുന്നു അപകടത്തിൽപ്പെട്ട് മെറ്റിൽ കൂനയിൽ ഒരുവൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. സാധാരണ പോലെ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്, പരിമല തിരുമേനിയുടെ സന്നിധിയിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ കാറിന്റെ ഗ്ലാസ് അല്പം താഴ്ത്തി മൊബൈൽ എടുത്ത് അതാ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നവന്റെ ചിത്രം പകർത്തി നാം പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. ഞാൻ ഈ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നില്ല, ഈ ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ കിടക്കുന്നവനെ കണ്ടിട്ടും
അവന്റെ ആവശ്യബോധത്തോടെ പ്രതികരിക്കാതെ ഏത് പ്രാർത്ഥനയ്ക്ക് പോയിട്ടും ആ പ്രാർത്ഥനയിൽ ദൈവം ഒരിക്കലും സ്വീകരിക്കില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ശമരിയാക്കാരന്റെ ഉപമ പറയുമ്പോൾ അടിച്ച് അവന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും കവർന്നെടുത്തു പോയവരെക്കാട്ടിലും അത് കണ്ടിട്ട് കടന്നുപോയ ലേവ്യനും പുരോഹിതനുമെതിരെയാണ് ദൈവവചനം വാളോങ്ങി നിൽക്കുന്നത്. അടിച്ചു വീഴ്ത്തിയവരോടോ അവനെ അടിച്ചു താഴ്ത്തിയിട്ടവരെ കുറിച്ചല്ല ദൈവവചനം പറയുന്നത്, മറിച്ച് അത് കണ്ടിട്ടും അതിനെ ശ്രദ്ധിക്കാതെ ഹൃദയത്തിൽ അല്പം പോലും കുത്തുകൊള്ളാതെ കടന്നു പോകുന്നവർക്കെതിരെയാണ് വചനം വാളോങ്ങി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, സഹോദരന്റെ നെഞ്ചിലെ തീ അണയ്ക്കാതെ നീർച്ചോലെ ധ്യാനിക്കുന്നതിന്റെ വ്യർത്ഥത വിശുദ്ധ വേദപുസ്തകം നമ്മിൽ കാട്ടിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ ഇരുട്ടിലാണ് വസിക്കുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. വിശുദ്ധ വിവാഹ കൂദാശയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്ലീഹ വായിക്കുമ്പോൾ അവസാന വാക്യം, മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് നിങ്ങൾ മാതാപിതാക്കളെ അനുസരിപ്പീൻ, ദീർഘായുസ്സുണ്ടാകുവാൻ നന്മയുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അവരെ സ്നേഹിക്കാതെ അവരെ കരുതാതെ എവിടെല്ലാം പോയി പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനമില്ല. വിശുദ്ധ വേദവചനം നമ്മോട് ശക്തിയായി സംവദിക്കുകയാണ്. അപ്പനെ അമ്മയും സഹോദരങ്ങളെ സ്നേഹിക്കാതെ ഏതെല്ലാം നീർച്ചോലെ ധ്യാനിച്ചാലും ആ ധ്യാനത്തിൽ ദൈവം പ്രസാദിക്കില്ല. വ്യർത്ഥമാണ്. ഈ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം വ്യർത്ഥമായി തീരുകയാണ്. ഒരു 6 മാസത്തിന് മുമ്പ് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ലെഫ്റ്റ് ഒരു വാർത്ത കണ്ടു. ഒരു പെൺകുട്ടി അതുപോലെ തളർന്നൊരു പെൺകുട്ടിയെ കൈകളിൽ വഹിച്ച് സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരുമിച്ച് പഠിച്ച 2 കുട്ടികൾ, ഒരാള് ഒരു നേഴ്സിംഗ് പഠിക്കാൻ പോയി, മറ്റൊരാള് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ പെൺകുട്ടി തളർന്നുപോയി ശരീരമാസകലം. പക്ഷേ ഈ കൂടെ ഒരുമിച്ച് 1 മുതൽ 12 വരെ പഠിച്ചു വന്ന അഞ്ജലി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരി അവളുടെ BSc നേഴ്സിംഗിന് പോയ മോഹമൊക്കെ ഉപേക്ഷിച്ച് തളർന്ന് കിടക്കുന്നവളെ എടുത്ത് അവളോടൊപ്പം വന്ന് ആ കോഴ്സിൽ ചേർന്ന് അവളെയും എടുത്തുകൊണ്ട് ആ കോളേജിലേക്ക് പോകുന്ന മനോഹരമായ ഒരു ചിത്രം. അതിൽ കവിഞ്ഞ് ഒരാത്മീയതയില്ല. കഴിഞ്ഞ 11 വർഷമായി മണിപ്പൂരിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന ഇറോം ശർമ്മ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി, അവൾ അനുഷ്ഠിക്കുന്ന ആത്മീയതയെക്കാട്ടി വലുതല്ല മലമുകളിലിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സന്യാസിയുടെ ആത്മീയത. ഇതാണ് യഥാർത്ഥത്തിൽ ആത്മീയത. സഹജന്റെ കണ്ണുനീരൊപ്പാതെ, അടുത്തുള്ളവന്റെ മുറിവ് വെച്ച് കെട്ടാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരിക്കലും സ്വീകാര്യമായി തീരുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വിശ്വാസമാകണം, വിപ്ലവകരമായ വിശ്വാസമാകണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്ന ഒരു സ്ത്രീ രത്നമാണ് അവിടെ വായിക്കുന്നുണ്ട്. കനാന്യക്കാരി സ്ത്രീയെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. എന്താണ് കനാൻ എന്ന വാക്കിന്റെ അർത്ഥം? തീഷ്ണതയുള്ളതാണെന്നാണ് കനാൻ എന്ന വാക്കിന്റെ അർത്ഥം. കനാന്യക്കാരി സ്ത്രീ വന്ന് യേശു തമ്പുരാന്റെ അടുക്കൽ നിൽക്കുകയാണ്. അവളുടെ സങ്കട ആവശ്യവുമായി അവൾ വന്ന് നിൽക്കുകയാണ് തമ്പുരാന്റെ മുന്നിൽ. കനാന്യക്കാരിയെ സ്ത്രീയെ സംബന്ധിച്ച് ജന്മം കൊണ്ടും പാരമ്പര്യം കൊണ്ടും കർമ്മം കൊണ്ടും അവഗണിക്കപ്പെട്ടവളാണ്, ശപിക്കപ്പെട്ടവളാണ്. പക്ഷേ ആദ്യ ഭാഗത്ത് നാം കനാന്യക്കാരിയെ പറ്റി ശപിക്കപ്പെട്ടവളായ, പാരമ്പര്യം കൊണ്ടും കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും അവഗണിക്കപ്പെട്ടവളായ കനാന്യക്കാരി സ്ത്രീ തമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, സൗഖ്യം നൽകണമേ. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. വീണ്ടും പറയുമ്പോൾ പറയുന്നു, അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല. 2-ാം പ്രാവശ്യവും അവൾ അവന്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുകയാണ് ഒരു തരത്തിൽ നോക്കിയാൽ. 3-ാമത് പറയുന്ന അവൾ മറുപടി പറയുകയാണ്, മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ടും നായ്ക്കുട്ടികൾ ജീവിക്കുന്നില്ലേ. ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, അവഗണിക്കപ്പെട്ടവൾ, ശപിക്കപ്പെട്ടവൾ. അവിടെയാണ് വേദപുസ്തകം ആ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വിലയേറിയതാണ്. അബ്രഹാമിന്റെ കൂട്ട് കൈപിടിച്ച്
വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്ക് തമ്പുരാൻ അവളെ ഉയർത്തുകയാണ്. ചിന്തിക്കണം, ശപിക്കപ്പെട്ടതെന്നും പരിഹസിക്കപ്പെട്ടതെന്നും അപഹസിക്കപ്പെട്ടതെന്നും മറ്റുള്ളവർ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ശക്തിയോടെ നിന്റെ ഉള്ളംകൈയിൽ പിടിച്ച് നിന്നെ ഞാൻ താങ്ങിയിരിക്കുന്നു, നിന്നെ എന്റെ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുന്നു പറയുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷേ കനാന്യക്കാരി സ്ത്രീയുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കനാന്യക്കാരി വിശ്വാസത്തിന് ഒന്നാമത്തെ സവിശേഷത വികാരത്തെ അതിജീവിക്കുന്ന വിശ്വാസമാണ്. അച്ഛൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞ അച്ഛാ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് വന്നിട്ട് പറഞ്ഞ അച്ഛാ സർട്ടിഫിക്കറ്റ് ആണ്. അച്ഛൻ പറഞ്ഞു 2-3 ആഴ്ച പള്ളിയിലൊക്കെ വാ, 4-ാമത്തെ ആഴ്ച സർട്ടിഫിക്കറ്റ് തരാം. അച്ഛൻ തന്നില്ലേ വേറെ പണി നോക്കച്ച, എനിക്ക് വേറെ എത്ര പള്ളികളുണ്ട്, അല്ലെങ്കിൽ തങ്കു ബ്രദറുണ്ട്, എത്ര ബ്രദറുണ്ട് അച്ഛൻ, എനിക്ക് എവിടെല്ലാം പോകാം, ഇവിടൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷെ കനാന്യക്കാരി സ്ത്രീ അവളുടെ സങ്കട ആവശ്യവുമായി എല്ലായിടവും പോയിട്ട് അവൾ തമ്പുരാന്റെ അടുക്കൽ വന്നാണ് നിൽക്കുന്നത്. വിജാതീയ സ്ത്രീയാണ്, തൊടുവാനോ കാണുവാനോ പോലും അധികാരമില്ലാത്തവളാണ്. പക്ഷെ അവൾ വന്ന് നിൽക്കുമ്പോൾ, അവളോട് മൗനം പാലിക്കുമ്പോഴും തമ്പുരാന്റെ മുമ്പിൽ അവൾ വികാരത്തെ അതിജീവിക്കുന്ന വിശ്വാസം, പിണങ്ങിയില്ല, നീരസം പ്രകടിപ്പിച്ചില്ല. അവൾ മുമ്പിൽ അക്ഷോഭ്യായി നിന്നവൾ വളരെ തമ്പുരാനിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. യഹൂദന്മാർ അവനെ ഉപേക്ഷിച്ചു പോകുമ്പോഴും യഹൂദന്മാരുടെ വ്യത്യസ്തയായ ഈ അമ്മ, ഈ അക്രൈസ്തയായ ഈ അമ്മ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവളുടെ വിശ്വാസത്തിന് 3 സവിശേഷതയുണ്ട്. ഇത് എൻ്റെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒന്നാമത്തെ സവിശേഷത എന്താണ് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ 3 തലമാണ്. ഒന്ന്, സങ്കടങ്ങളോടും പ്രാർത്ഥനയോടും പെട്ടെന്ന് പ്രതികരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക നമുക്ക് സാധ്യമാണ്. നാം എല്ലാം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. സങ്കടങ്ങളോടും പ്രാർത്ഥനകളോടും പ്രതികരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക, ഇത് ഏറ്റവും എളുപ്പമാണ്. അതിൻ്റെ അർത്ഥം കച്ചവട തലമാണ് ഈ ആത്മീക സംസ്കാരം. പെട്ടെന്ന് പ്രതികരിക്കുന്ന ദൈവം, ഇതിലാണ് നമുക്കിഷ്ടം, ഇതിലാണ് നമുക്ക് താല്പര്യം. കച്ചവട തലം. മനോരമയുടെയും മാതൃഭൂമിയുടെ ഒക്കെ ഇടയ്ക്കത്തെ പേജിലുണ്ട് ചിലവരുടെ വിശ്വാസം. പരിമല തിരുമേനിയുടെ, ഗീവർഗീസ് സഹോദരന്റെയും മാതാവിന്റെയും എല്ലാവരുടെയും പടം കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെക്കും, ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാര സ്മരണ. നമ്മുടെ വിശ്വാസത്തിന്റെ ഒറ്റ തലമാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാര സ്മരണ. നേർച്ചയിടുന്നു, അതിന് കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന് നേർച്ചയിടുന്ന അനുഭവം. കച്ചവട തലം. അബ്രഹാം സോദോം ഗോമോറയ്ക്ക് വേണ്ടി ന്യായവാദം നടത്തി കാര്യം സാധിക്കുന്ന ആത്മീയത എന്ന് ഒരുപക്ഷെ പറയുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാര്യം സാധിച്ചു തരുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രണ്ടാമത്, ദൈവം വെക്കുന്ന നിശബ്ദതയോട് സമരസപ്പെടുന്ന ഒരു ആത്മീയതയുണ്ട്. ദൈവം വെക്കുന്ന ചില നിശബ്ദതകളുണ്ട്. നമുക്കിന്ന് നിശബ്ദത അല്പം പോലും ഇഷ്ടമല്ല. കാരണം ശബ്ദമയമായ ലോകത്ത് ഈ വിശുദ്ധനായ പരിമല തിരുമേനി ഇഷ്ടപ്പെട്ടത് നിശബ്ദതയിലാണ്, ദീർഘമായ മൗനത്തിലാണ്. ദൈവം വെക്കുന്ന നിശബ്ദതയോട് സമരസപ്പെടുവാനായിട്ട് സാധിക്കണം. 90-100 വർഷം ജീവിച്ചിരുന്ന ഒരു 2 പേർ, അബ്രഹാമും സാറയും. 90-100 വയസ്സായി. മകനു വേണ്ടി, ഒരു കുഞ്ഞിനു വേണ്ടി, ശാപമായിരുന്ന കാലത്ത് ഒരു കുഞ്ഞിനു വേണ്ടി ദീർഘമായി എല്ലാ പ്രാർത്ഥനകളും അവർ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 90-100 വയസ്സാകുമ്പോഴാണ് അബ്രഹാമിനും സാറയ്ക്കും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. ദൈവം വെച്ച ഈ 9-10 പതിറ്റാണ്ടുകൾ കാത്തിരിക്കുവാൻ തക്കവണ്ണം അബ്രഹാമും സാറയ്ക്കും തയ്യാറായി. സാറ ചിരിക്കുമ്പോഴാണ് മകന്റെ പേര് പോലും ചിരി എന്നുള്ള അർത്ഥമുള്ള ഇസഹാക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, 8, 9, 10 പതിറ്റാണ്ടുകൾ ദൈവത്തിന്റെ നിശബ്ദതയോട് സമരസപ്പെട്ട് കാത്തിരിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിനും സാറയ്ക്കുമായി തീരുന്നു. ഞാൻ ചിന്തിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷമോ അതിന്റെ പിറ്റേ വർഷമോ കുഞ്ഞുങ്ങളുണ്ടായാൽ അബ്രഹാമിനെ വിളിക്കുന്നത് ഫാദർ ഓഫ് ഐസക് എന്നാണ്. പക്ഷേ ഈ പതിറ്റാണ്ടുകൾ കാത്തിരുന്നുകൊണ്ട് വിളിക്കുകയാണ് ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്. വിശ്വാസികളുടെ പിതാവായി അബ്രഹാം തീരുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ചെറിയ അല്പകാലത്തെ താമസം ഒരു ലോകത്തിന്റെ മുഴുവൻ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ മുഴുവൻ പിതാവായി തീരുവാൻ തക്കവണ്ണം അബ്രഹാമിന് സാധിക്കുന്ന അനുഭവം. മൂന്നാമത്തെ അനുഭവം, എൻ്റെ പ്രാർത്ഥനകളോടും എൻ്റെ സങ്കടങ്ങളോടും ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കുക. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ തോന്നിപ്പോയിട്ടില്ലേ, ഞാൻ നടത്തിയ പ്രാർത്ഥനകൾ, ഞാൻ എടുത്ത നോയമ്പുകൾ, ഞാൻ എടുത്ത ഉപവാസങ്ങൾ, ഞാൻ നടത്തിയ കണ്ണുനീരുകൾ,
ഞാൻ ഒഴുക്കിയ കണ്ണുനീരുകളൊക്കെ നിഷ്ഫലമായി പോയെന്ന് ഇപ്പോൾ പോലും ചിന്തിക്കുന്ന അനേകർ ഇവിടെ ഇരിപ്പില്ലേ? പക്ഷേ ചില നിമിഷങ്ങളിൽ ശത്രുതയോടെ പെരുമാറുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കനാന്യക്കാരി സ്ത്രീ അവന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല. അങ്ങനെ പോലും കേൾക്കാൻ പറയാണ്, ഐ ഹാവ് ടു ക്ലെയിം ഓൺ യു, എനിക്ക് നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ അവകാശമുണ്ടെന്നാണ് ഈ വിജാതിയായ സ്ത്രീ തമ്പുരാനോട് പറയുന്നത്. അബ്രഹാമും സാറയ്ക്കും മകനെ ലഭിച്ചു. പറയുകയാണ്, നീ അവനെ മോറിയ മലയിൽ കൊണ്ട് യാഗമർപ്പിക്കുക. തന്ന ദൈവം തന്നെ കുരുതി കൊടുക്കുവാൻ പറയുന്ന അനുഭവം. 100 വർഷം കാത്തിരുന്നുണ്ടായ പുത്രനെ വിശ്വാസത്തിൽ ബലി കഴിക്കുവാൻ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന അബ്രഹാമിനെ കാണുവാൻ സാധിക്കുന്നു. അവിടെയാ പറയുന്നത്, യഹോവ ഇരെ കാറിന്റെ പുറകിൽ ഒട്ടിച്ചു വെച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ അനുഭവഭേദ്യമായി തീരണം. ദൈവം കരുതിക്കൊള്ളും. നിന്റെ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ അല്പസമയം നീ ആയിരിക്കുന്ന വിശ്വാസത്തിൽ ഒന്ന് നിന്നുകൊടുത്താൽ മതി, ദൈവം കരുതിക്കൊള്ളും. കത്തോലിക്ക സഭ വാഴ്ത്തിപ്പാടുന്ന വിശുദ്ധനാണ് വിശുദ്ധനായ അഗസ്റ്റിൻ. ആഭാസത്തരം നിറഞ്ഞ ജീവിതം, തോന്നിവാസമായ ജീവിതങ്ങളുടെ നടുവിൽ എന്നും സന്ധ്യാസമയത്ത് അമ്മ ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരിക്കും. എന്നും രാത്രിയിൽ മദ്യപിച്ച് വളരെ ആഭാസനായി കടന്നു വരുന്ന മകനെ ഓർത്ത് അമ്മ കണ്ണുനീരുകൾ ഒഴുക്കി. മകന്റെ 33-ാമത്തെ വയസ്സിൽ മിലാനിലുള്ള ബിഷപ്പായ ആംബ്രോസിന്റെ അടുക്ക ചെന്ന് ഈ അമ്മ സങ്കടപ്പെട്ടു. പിതാവേ, 33 വയസ്സുള്ള മകൻ, ജീവിതം ആഭാസങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ഈ ബിഷപ്പ് അവളെ ആശ്വസിപ്പിച്ചു വിട്ടു. മകളെ, നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നിനക്കൊരിക്കലും നഷ്ടമായി തീരുകയില്ല. നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നിനക്ക് നഷ്ടമായി തീരുകയില്ല. ഇവിടെയാണ് വിശ്വാസം നമുക്ക് ഏറ്റവും ശക്തമായി ഉറപ്പിക്കേണ്ടത്. മകന്റെ 33-ാം വയസ്സിൽ അമ്മ ബിഷപ്പിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ ആ മകൻ വിശുദ്ധനായി തീരുവാൻ 15 വർഷം കൂടെ കഴിയേണ്ട വന്നു മകൻ തിരികെ വരുവാൻ തക്കവണ്ണം. നിന്റെ കണ്ണുനീര് ഒരിക്കലും നിഷ്ഫലമായി പോവില്ല. നീ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും ദൈവസന്നിധിയിൽ നീ ഒരുക്കുന്ന കണ്ണുനീരും നിന്റെ പ്രാർത്ഥനകളും യാചനകളും ഒരിക്കലും നിഷ്ഫലമായി പോയില്ല. ആ മകൻ വിശുദ്ധനായി തീരുമ്പോൾ അമ്മ ശ്രവിച്ചു. കഴിഞ്ഞ 15 വർഷത്തിന് മുമ്പ് ആ പിതാവ് പറഞ്ഞു, നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നിനക്ക് നഷ്ടമാകയില്ല. എന്നെ ശ്രവിക്കുന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരുകളും ദൈവം പ്രതിഫലം നൽകും. പരിമല തിരുമേയുടെ പ്രാർത്ഥന അനുഗ്രഹത്തിന്റെ ഭണ്ഡാരങ്ങൾ തുറക്കുന്ന താക്കോലുകളായിരുന്നു. കണ്ണുനീര്, ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകൾ. ഇന്ന് ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു, കണ്ണുനീരിന്റെ അനുഭവം നഷ്ടപ്പെട്ടു, പരാജയത്തിലേക്ക് കടക്കുന്നു. ഇവിടെ കനാന്യക്കാരി സ്ത്രീ പറഞ്ഞു, എനിക്ക് നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ അവകാശമുണ്ട്. ശപിക്കപ്പെട്ടവൾ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ശപിക്കപ്പെട്ടവൾ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വിലയേറിയതാണ്. അവളെ പിടിച്ചുയർത്തുകയാണ്. ശാപത്തെ അനുഗ്രഹമാക്കിയ കനാന്യക്കാരി സ്ത്രീ, എല്ലാ ശാപത്തെയും ജനം മുഴുവൻ പരിഹസിച്ചവൾ, അവൾക്ക് അടുത്തു വരുവാൻ പോലും യോഗ്യതയില്ലാത്തവൾ. പക്ഷെ തമ്പുരാന്റെ മുമ്പിൽ നിന്നപ്പോൾ ചില നിശബ്ദമായും ശത്രുതാ മനോഭാവത്തോടൊക്കെ പെരുമാറുമ്പോഴും ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന പോലെ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിലും മതിയാകുന്ന ഓർപ്പിക്കുന്ന പോലെ ആ ദൈവത്തിൽ കനാന്യക്കാരി പുറജാതിയ സ്ത്രീ വിശ്വസിച്ചു നിന്നു. അവളെ പിടിച്ചുയർത്തി അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് ഇവളുടെ വിശ്വാസം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ വിപ്ലവങ്ങളെ സൃഷ്ടിച്ചു. ചിന്തിക്കണം പ്രിയമുള്ളവരെ, അല്പവിശ്വാസികൾ ആയി പോകരുതൊരിക്കലും. ദൈവസന്നിധിയിൽ വിശ്വാസം അർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. തളർന്നവർ ഏറെയുണ്ട് നമ്മുടെ ചുറ്റിലും. പക്ഷേ നമുക്ക് ചുറ്റിലും അനേകരുണ്ടെങ്കിലും തിരക്കേറുന്നത് കൊണ്ട് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. ഞങ്ങൾ അച്ഛന്മാരുടെയൊക്കെ ഏറ്റവും വലിയ ഭാഷയാ, വളരെ തിരക്കാണ്, സത്യമാണ്. എല്ലാ മനുഷ്യനും തിരക്കാണ്. തിരക്കേറുന്നത് കൊണ്ട് തൊട്ടയലത്തുള്ള ഇരിക്കുന്ന ഏതൊരു കുഞ്ഞിനെ വിളിച്ച് ചോദിച്ചു നോക്കിയേ, നിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വീട്ടുപേരെന്താണെന്ന് ചോദിച്ചു നോക്കിയേ, തൊട്ടപ്പുറത്തെ വീട്ടിലെ അപ്പച്ചന്റെ പേരെന്താണെന്ന് ചോദിച്ചു, അവനറിയില്ല. സ്വന്തം അപ്പച്ചന്റെ പേര് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് ഞാനും എൻ്റെ കമ്പ്യൂട്ടറും എൻ്റെ ഇന്റർനെറ്റും എൻ്റെ മൊബൈലും മാത്രമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് വീണ്ടുപോയിക്കിരിക്കുന്നു. പക്ഷേ
തിരികെ വരേണ്ടത് വളരെ അനിവാര്യമാണ്. സിബി മാത്യൂസ് എന്ന് പറയുന്ന IPS കാരൻ പറയുകയാണ്, ആത്മഹത്യ ചെയ്യുന്നവർ മലയാളി ഇങ്ങനെ മരിക്കണമോ എന്നുള്ള പുസ്തകത്തിന്റെ തലക്കെട്ടിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്നവരിൽ 99% ആത്മഹത്യ ചെയ്യുന്നത് ഒറ്റപ്പെടലും നിസ്സംഗതയും കൊണ്ടാണ്. ആരും കരുതുവാനില്ല എന്ന്, ആരും ഒന്ന് ആശ്ലേഷിക്കുവാനില്ല. തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരു വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ആരും ആശ്വസിപ്പാനില്ലാതെ പോകുന്നതുകൊണ്ടാണ് 99% പേരും ആത്മഹത്യ ചെയ്യുന്നത്. യഥാർത്ഥ കാരണം 1% മാത്രമാണ്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഈ 4 പേർ ചേർന്ന് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠമായ തലങ്ങളിലേക്കാണ് ഇവർ ഉയരുന്നത്. വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് ഇവർ മറ്റൊരുവനെ തേടി യാത്രയാകുകയാണ്. ഇരുന്ന് കേട്ടാൽ മാത്രം പോരാ, നിന്റെ തൊട്ടടുത്തുള്ള സഹോദരനെ നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. അവന്റെ സങ്കടങ്ങൾ നിനക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇവിടെ നാം കാണുന്നുണ്ട്, ശരീരത്തെക്കാൾ മനസ്സിനും ആത്മാവിനും തളർച്ച ബാധിച്ചവരാണ് ഏറ്റവും, പാപശീലങ്ങളിൽ കുടുങ്ങിയവരാണ് ഏറ്റവും. തലച്ചോറും നാഡീവ്യൂഹമെല്ലാം പ്രവർത്തനം തകരാറിലാണ്. പക്ഷേ ചുറ്റുപാടിൽ നടക്കുന്നവ അറിയാം പക്ഷവാത രോഗിക്ക്, പക്ഷേ അവന് പ്രതികരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഇന്ന് പ്രതികരിക്കുവാൻ സാധിക്കുന്നില്ല. ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥന അല്പമൊക്കെ പ്രാർത്ഥിക്കും, പിന്നീടുള്ള മുഴുവൻ സമയങ്ങളും ഇന്റർനെറ്റിനും അതുപോലെ മൊബൈലിനും പിന്നാലെയാണ്. ഞങ്ങളുമാരും ഇതിൽ കുറവൊന്നുമല്ല. യഥാർത്ഥത്തിൽ ചിന്തിച്ചു കൊള്ളണം, ഇന്റർനെറ്റും മൊബൈലുമാണ് ആധുനിക കാലഘട്ടത്തിന്റെ 2 ലഹരികൾ. ഈ പ്രിയപ്പെട്ടവർ എണ്ണിച്ച് സ്വാർത്ഥത മറന്നിട്ട് ഒരുവനെ വഹിച്ച് യാത്ര ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വിപ്ലവങ്ങളെ സൃഷ്ടിക്കണമെങ്കിൽ വെളിപാടുകൾ ഉണ്ടാകണം. പാട്ടിൽ പാടാറുണ്ട്, പത്മോസിൽ ഞാൻ ഏകനായി എന്നൊക്കെ യോഹന്നാൻ ശ്ലീഹായുടെ ദർശനത്തെക്കുറിച്ച് പാടുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെളിപാടുകൾ ഉണ്ടാകണം. വിപ്ലവങ്ങളെ സൃഷ്ടിക്കണമെങ്കിൽ വെളിപാടുകൾ ഉണ്ടാകണം. പുരുഷന്മാരുടെ ശവസംസ്കാര ക്രമത്തിന്റെ 3-ാം ക്രമം ഭവനത്തിൽ ചൊല്ലാറുണ്ട്. നമ്മൾ അന്നേരം ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ പുറകിലായിരിക്കും, ഫോട്ടോ എടുക്കുന്ന പുറകിലായിരിക്കും. അവിടുന്ന് വന്നവർ ഇവിടുന്ന് വന്നവരെ ഒക്കെ ഒത്തിരി ഫോട്ടോ എടുക്കായിരിക്കും. പക്ഷെ ആ വ്യക്തമായ പിതാക്കന്മാർ ക്രമീകരിച്ചിരുന്ന പാട്ട് ശ്രദ്ധിച്ചു നോക്കണം. അതിന്റെ കൂക്കോയിലൊരു പാട്ട് കോലയിൽ ഇപ്രകാരമുണ്ട്: വേർപാടിൻ വേളയിലാത്മം മെയ്യോടോര ചെയ്യും, എന്തുപകാരമെനിക്കേകും ദാനസമ്പാദ്യങ്ങൾ, വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ, ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി, ഭീകര സിംഹാസന സവിധം പോകും നേനന്റെ ഹാലേലുയ്യ ചെയ്തികളറിയിപ്പാൻ. എന്താർത്ഥവത്തായ ഗാനമാണ്. മരിച്ചു കഴിഞ്ഞ് നമുക്ക് ആ സമയത്തൊക്കെ ഉള്ള ചിന്ത വല്ല മുല്ലപ്പൂവൊക്കെ ഇട്ട പെട്ടികളിലൊക്കെയാണ്. പല ഭവനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ അപ്പനും അമ്മയൊക്കെ വയ്യാതെ കിടന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ, ഒരു നേരത്തെ മരുന്നെടുത്ത് കൊടുക്കാതെ, ഒരു സഹായവും ചെയ്യാതെ മരിച്ചു കഴിയുമ്പോൾ ആ പെട്ടിയുടെ മുമ്പിലിരുന്ന് വിലപിച്ച് കരയുന്ന അനേകർ. അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊക്കെ മക്കൾ വിളിച്ചു പറയും, അപ്പുറത്തെ വീട്ടിൽ നടന്ന ശവോടക്കിനെക്കാട്ടിൽ ഗംഭീരമായിരിക്കണം നമ്മുടെ വീട്ടിൽ. തലയിൽ കുരിശുള്ള 5-6 റമ്പാച്ചന്മാരെയോ തിരുമേനിമാരെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ. പൊതികൾ, ഫുഡ് പാക്കറ്റ് നല്ലതായിരിക്കണം, എല്ലാം മീഡിയയിൽ എടുക്കണം, എല്ലാം വീഡിയോയിൽ കവർ ചെയ്യണം. എല്ലാ പോസ്റ്റിലും കൊണ്ട് അമ്മച്ചിക്കും അപ്പച്ചനും ഉള്ള തെങ്ങയിലും എല്ലായിടം കൊണ്ടുവന്ന് പോസ്റ്റ് ഒട്ടിച്ചു വെക്കും. ഇവർക്ക് ആദരാഞ്ജലികൾ. ഞാൻ ചിന്തിക്കുകയാണ്, ഈ മരിച്ചു കഴിഞ്ഞ് കരയുന്നതിന് മുമ്പ് കിടന്നിരുന്ന സമയത്ത് നല്ല ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ 5 വർഷം കൂടി അപ്പച്ചനും അമ്മച്ചിയും കൂടി ജീവിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞ് നിന്റെ സമ്പാദ്യവും നിന്റെ സ്റ്റാറ്റസും നിന്റെ സമൂഹത്തിന്റെ വിലയൊക്കെ നീ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. പക്ഷെ ഈ മനുഷ്യൻ ഉള്ളിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന വൈദികരും ഉള്ളിച്ചിരിക്കുന്നുണ്ട്. യഥാർത്ഥ ചരിത്രം അറിയാമെങ്കിൽ 1.5-2 ലക്ഷം രൂപ കൊടുത്ത് തലേദിവസം മുതൽ മൊബൈൽ മോർച്ചറി വെച്ച് കൊയറുകാരെ നിർത്തി പാടിക്കുകയാണ്. ശവോടക്കിന് തൊട്ടു മുമ്പാകുമ്പോൾ യഥാർത്ഥത്തിൽ കൊയറ് പാടുന്ന പെമ്പിള്ളാരൊക്കെ കരഞ്ഞു പോകും. പാടിപ്പാടി അവരും അങ്ങ് കരഞ്ഞു പോകും. മക്കൾക്ക് കരയുവാൻ കണ്ണുനീരില്ല. ഇതല്ല യഥാർത്ഥത്തിൽ. ഇവിടെ പറയുകയാണ്, വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം. നീ ഒത്തിരി പ്രാർത്ഥിച്ചൊന്നൊന്നുമല്ല ചോദിക്കുന്നത്. നിന്റെ വിധി നിലയത്തിൽ തമ്പുരാൻ ചോദിക്കുന്നത്, നീ എന്ത് സുഹൃതമാണ് ചെയ്തത്.
നിന്നെ ഏൽപ്പിച്ച കുടുംബജീവിതം, നിന്നെ ഏൽപ്പിച്ച വ്യക്തിപരമായ ജീവിതം, നിന്നെ ഏൽപ്പിച്ച സഹോദര ജീവിതം, നിന്നെ ഏൽപ്പിച്ച ഇടവകയുടെ ചുമതലകൾ, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ടോ? നീ എന്ത് സുഹൃതമാണ് ചെയ്തിട്ടുള്ളത്? ഈ സുഹൃതത്തിൽ ഭീകര സിംഹാസനത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ ചോദിക്കുന്നത് സുഹൃതമാണ്. നീ എത്ര ലക്ഷം രൂപ പള്ളിക്ക് കൊടുത്തെന്നല്ല ചോദിക്കുന്നത്, നീ വേറെ എവിടെയെങ്കിലും കൊടുത്തെന്നല്ല ചോദിക്കുന്നത്. നിന്റെ തൊട്ടടുത്തുള്ളവനെ നിനക്ക് ആ സമയത്തൊന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് ഒരു ചിത്രം, ഹൃദയം തകരുന്നൊരു ചിത്രം കണ്ടു. 3 മക്കളുള്ള ഒരു അമ്മ, ഏറ്റവും കുഞ്ഞുങ്ങളാണ്, 3ലും 2ലും 8 or 10 മാസമായൊരു കുഞ്ഞുമുണ്ട്. മക്കൾക്ക് നോട്ട് ബുക്ക് വാങ്ങിക്കുവാൻ, സ്കൂള് തുറന്നപ്പോൾ നോട്ട് ബുക്ക് വാങ്ങിക്കുവാൻ നിവർത്തിയില്ലാത്തതിൻ്റെ പേരിൽ മൂത്ത 2, 3ലും 4ലും അമ്മയുടെ പരിചരണം അനുഭവിക്കേണ്ട 3ലും 4ലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ബാലമന്ദിരത്തിൽ ഏൽപ്പിച്ച് കണ്ണുനീരോടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് പോകുന്ന ഒരമ്മ. നമ്മുടെ വീട്ടിൽ 3000-ന്റെയും 4000-ന്റെയും സ്കൂബിയുടെ ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്ത് 30, 40, 50 രൂപ കൊടുത്ത് ബുക്കൊക്കെ വാങ്ങിച്ചു വിടുന്ന സമൂഹത്തിൽ 2 കുഞ്ഞുങ്ങൾക്ക് നോട്ട് ബുക്ക് വാങ്ങിക്കുവാൻ 200 250 രൂപ എടുക്കുവാൻ നിവർത്തിയില്ലാതെ തൻ്റെ പരിചരണം അനുഭവിക്കേണ്ട വരുന്ന 2 കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ആ ബാലമന്ദിരത്തിൽ ഏൽപ്പിച്ചു പോകുന്ന ഒരമ്മയുടെ ചിത്രം. ഇങ്ങനെ അനേകം പേരുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ പ്രാർത്ഥനകൾ ഒക്കെ ഉപരിയായി നമ്മുടെ കൈ ചെയ്യേണ്ട അനേകമായ സഹായങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം ചോദിക്കുന്നത് സുഹൃതമാണ്. 2 അമ്മമാരെ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ശരീരം ചുക്കിച്ചുളിഞ്ഞ് ഒരു കൂനിയ നടത്തവും അവ്യക്തമായ സംഭാഷണവുമുള്ള ഒരമ്മ, കൽക്കട്ടയിലെ തെരുവുകളിൽ അലഞ്ഞൊരമ്മ, മദർ തെരേസ. വേറൊരു അമ്മയുണ്ടായിരുന്നു, ലോകം മുഴുവൻ സൗന്ദര്യം കൊണ്ടും പണം കൊണ്ടും പ്രതാപം കൊണ്ടും വാഴ്ത്തിപ്പാടിയ ഡയാന രാജകുമാരി. അവൾ മരിച്ച് കാർ അപകടത്തിൽ മരിച്ചു. തൊട്ടടുത്ത് ഈ മദർ തെരേസയും മരിച്ചു. അവളെ ലോകം മുഴുവൻ സൗന്ദര്യത്തിന്റെയും പണത്തിന്റെയും അധികാരത്തിന്റെ ഒക്കെ പിന്നിൽ വാഴ്ത്തിപ്പാടിയെങ്കിൽ ഇവിടെ ഒരു അമ്മ എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കടകളിലും മറ്റുള്ള പരിസരങ്ങളിലുമായി ഭിക്ഷയാചിക്കുന്ന ഒരമ്മ. 2 പേരും മരിച്ചു. ലോകം വാഴ്ത്തിയവളും മരിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവളും മരിച്ചു. പക്ഷേ ഇന്ന് ഒരമ്മയുടെ മരിച്ച ശരീരം, മരവിച്ച എല്ലുകൾ യഥാർത്ഥത്തിൽ അത് തിരുശേഷിപ്പായി തീർന്നു. ലോകം വാഴ്ത്തുന്നത് നിന്റെ പണമോ നിന്റെ പ്രതാപമോ നിന്റെ സൗന്ദര്യമോ നിന്റെ കുടുംബമൊന്നും അല്ല, മറിച്ച് ലോകം വാഴ്ത്തുന്നത് ജന്മം കൊണ്ടല്ല ശ്രേഷ്ഠരായി തീരുന്നത്, മറിച്ച് കർമ്മം കൊണ്ടാണ് ദൈവമുമ്പാകെ സ്വീകാര്യരായി തീരുന്നത്. പ്രിയമുള്ളവരെ, 2010 ബെസ്റ്റ് ഫിലിമിനുള്ളൊരു അവാർഡ് വാങ്ങിച്ച ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് കെവിൻ കാർട്ടർ എന്നാണ്. അദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത് ലോകത്തിൽ എല്ലാവരുടെയും ഹൃദയം അലിയിപ്പിച്ചൊരു ചിത്രമാണ്. ഒരു വലിയ ചവറ് കൂന, ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൂന. ആ കൂനയ്ക്കകത്ത് നിന്ന് കൈയിട്ട് ഭക്ഷണപ്പൊതി ഇങ്ങനെ എച്ചിലെടുക്കുന്ന ഒരു എല്ലുംതോലുമായി കണ്ണൊക്കെ തെള്ളിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു 7-8 വയസ്സുള്ളൊരു കൊച്ചു കുഞ്ഞ് ആ കൂനയുടെ പരിസരത്തിരിക്കുകയാണ്. അതിന് തൊട്ടടുത്തായി ഇവൻ മരിച്ചു വീഴുമ്പോൾ തിന്നാമെന്ന് കരുതി തൊട്ടപ്പുറത്തൊരു വലിയ കഴുകന്റെ ചിത്രവും, ഒരു വളരെ റയറായി കിട്ടുന്ന ഒരു ചിത്രം ഈ കെവിൻ എന്ന് പറയുന്നവൻ ഫോട്ടോ എടുത്തു. കാരണം ചപ്പ് ചവറ് കൂനയിൽ നിന്ന് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൈയിട്ട് വാരുന്ന ആ 8 വയസ്സുകാരൻ കുഞ്ഞും, ഇപ്പുറത്ത് അവന്റെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം കൊത്തിപ്പറിക്കാമെന്ന് കരുതിയിരിക്കുന്ന ഒരു കഴുകനും ഈ ചിത്രമെടുത്ത് രാജ്യാന്തര തലത്തിൽ അവൻ അവാർഡ് വാങ്ങിച്ച് എല്ലാവരും അവനെ പ്രകീർത്തിച്ചു. അവാർഡ് വാങ്ങിച്ച് തിരികെ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ ഇവന്റെ കെവിന്റെ പുറകെ തട്ടിട്ട് ചോദിച്ചു, കെവിൻ വേർ ഈസ് ദ ബോയ്? കെവിൻ വേർ ഈസ് ദ ബോയ്? നീ കണ്ടത് മരണത്തിന്റെ മുമ്പിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇരിക്കുന്നവനാണ്. നീ ഫോട്ടോ എടുത്ത് നിനക്ക് അവാർഡ് കിട്ടിയെങ്കിൽ ആ ബാലൻ ഇന്ന് എവിടെയാണ്? ഈ അവാർഡ് വാങ്ങിച്ചവൻ തൊട്ടടുത്തുള്ള നിമിഷം പോയി, ഹൃദയം തകർന്നവൻ പോയി 1 മുഴം കയറിലവൻ ആത്മഹത്യ ചെയ്തു. എനിക്ക് ആ ഫോട്ടോ എടുത്ത സമയത്ത് ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ലല്ലോ. പ്രിയമുള്ളവരെ, ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വിശ്വാസമുണ്ടാകണം. ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് വിശ്വാസം. കേട്ടിരുന്നാൽ മാത്രം പോരാ, മറ്റുള്ളവനെ കൂടി കരുതുന്ന ഒരു സംസ്കാരം. ഒന്ന്, ഇവരുടെ വിശ്വാസം വിപ്ലവമായിരുന്നു. കന്യക മറിയാമിനെ പോലെ കേട്ടിരുന്നവർ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഞങ്ങൾ മാത്രമല്ല,
ഒത്തിരി ഉണ്ട് തളർന്നവർ. യോഹന്നാന്റെ സുവിശേഷം 5:38 പറഞ്ഞ ഐ ആം ഡിസപ്പോയിന്റഡ്, നിരാശ ബാധിച്ചവനാണ്. ഈ ജലം കലക്കുമ്പോൾ എന്നെ ഒന്ന് എടുത്ത് ഇറക്കുവാൻ തക്കവണ്ണം ആരുമില്ല. ഇന്ന് അനേക ഭവനങ്ങളിൽ, അനേക വ്യക്തി ജീവിതങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ എത്രയോ പേർ നിരാശയുടെ കയത്തിൽ വീണ് കിടപ്പുണ്ട്. കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്നെടുത്ത് ഉയർത്തുവാൻ കഴിവില്ലാത്തവർ. ഒന്ന്, അവർ അപരനെ തേടി ഇറങ്ങി അഞ്ചാമനെയും കൊണ്ട് വരുന്ന ശ്രേഷ്ഠകരമായ അനുഭവം. വിശ്വാസം വിപ്ലവമാണ്. രണ്ടാമത് നാം കാണുന്നു, വിശ്വാസം സാഹസികമാണ്. ഫെയ്ത്ത് ഈസ് അഡ്വഞ്ചറസ്. വിശ്വാസം സാഹസികമാകണം. നമ്മുടെ ഒന്നാമത് വിശ്വാസം വിപ്ലവങ്ങളെ സൃഷ്ടിക്കുന്ന വിശ്വാസം ഉണ്ടാകണം, ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വിശ്വാസം ഉണ്ടാകണം. രണ്ട്, വിശ്വാസം സാഹസികമാണ്. തിരകൾ വരുന്നുണ്ട്, തിരകളെ തള്ളി അതിലേക്ക് ഇറങ്ങുക. കാരണം തിരമാലകൾക്ക് മുകളിലൂടെ നടന്നൊരു ദൈവമുണ്ട്. അവനെയാണ് അനുധാവനം ചെയ്യുന്നതും അവന്റെ പേരിലാണ് ഞാനും നിങ്ങളും അറിയപ്പെടുന്നത്. തിരകൾക്ക് മുകളിലൂടെ നടന്നൊരു ദൈവം. തിരകളുണ്ട്, പക്ഷേ തിരകളാകുന്ന പ്രതിസന്ധിയുടെയും ദുഃഖങ്ങളുടെയും രോഗങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. കാരണം ഇതിൽ കൂടെ എല്ലാം സമസ്വഭാവമായി കടന്നുപോയൊരു തമ്പുരാനുണ്ട്. അവന്റെ നാമമാണ് വഹിക്കുന്നത് ക്രിസ്ത്യൻ. ക്രൈസ്റ്റ് പ്ലസ് ഇൻ, ക്രിസ്തു ഉള്ളിലുള്ളവരാണ് ക്രിസ്ത്യാനി. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, എന്താണ് സാഹസികമായ വിശ്വാസം? ചെന്ന് നോക്കിയപ്പോൾ കട്ടിലിൽ തളർന്നു കിടക്കുകയാണ്. 4 പേർ ചേർന്ന് ആ കിടക്കയോടെ എടുത്തുകൊണ്ടുവരികയാണ്. ഒത്തിരി പ്രതിബന്ധങ്ങളാണ്. തമ്പുരാനെ ഒന്ന് കാണുവാൻ പോലും കഴിയാതെ ജനനിബിഡമാണ് ആ ഭവനം മുഴുവനായി. ഭവനത്തിന് വെളിയിലും എല്ലാ മതിൽക്കെട്ടിന് വെളിയിൽ മുഴുവനായി ജനത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭവനത്തിന്റെ വാതിക്കൽ പോലും, ആ പടിവാതിക്കൽ എത്തുവാൻ പോലും സാധിക്കുന്നില്ല. എന്നണക്കെയും ആ കിടന്നവനെ ആ കിടക്കയോടെ, 4 കാലുള്ള കിടക്കയോടെ അവനെ എടുത്തുകൊണ്ടുവരികയാണ്. മടങ്ങിപ്പോരാൻ ധാരാളം കാരണങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എന്നിട്ടും സാഹസികമായ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നു. എന്താ സാഹസികമായ വിശ്വാസം? നമുക്കെല്ലാം ഉണ്ട് ജീവിതത്തിൽ. പക്ഷേ അനുഭവം വരുമ്പോൾ, പ്രസംഗത്തിലും വാക്കിലും, ഞാൻ ഉൾപ്പെടെ പ്രസംഗത്തിലും വാക്കിലും വേദപുസ്തകത്തിലും ഒക്കെ ഒത്തിരി വാക്യങ്ങളുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഈ അനുഭവം വരുമ്പോൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുന്നു. ഒരറിവില്ല. അമേരിക്കയിലായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടെന്ന് ഒരു സ്ഥലപ്പേരും പറയുന്നില്ല. പക്ഷേ ആയിരിക്കുന്ന സ്ഥലത്തെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും സാമ്പത്തികവും ചുറ്റുപാടുകളും മുഴുവൻ വേരുകൾ അറുത്ത് ദൈവത്തിന്റെ ആജ്ഞയെ പ്രകീർത്തിച്ചുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുന്ന അബ്രഹാം. ഇതാ സാഹസികമായ വിശ്വാസം. ജീവിതത്തിന്റെ മറുപുറങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന പുറപ്പാട് സംഘം. മരുഭൂമിയിൽ മന്ന പൊഴിക്കുമെന്നോ, പാറയിലടിച്ചാൽ വെള്ളം ലഭിക്കുമെന്നോ, ചെങ്കടൽ കടന്നാൽ ഉല്ലാസ നൃത്തമുണ്ടെന്നോ ഒന്നും കരുതി വെക്കാതെ, ഒരു സാധ്യതയും ഒരുക്കി വെക്കാതെ ഒരു ജനതയെ ഒന്നടങ്കം വിളിച്ചിറക്കുന്ന ആ മോശയുടെ ചങ്കൂറ്റമുണ്ടല്ലോ, അതാ പ്രിയമുള്ളവരെ സാഹസികമായ വിശ്വാസം. മരുഭൂമിയിൽ ദൈവം കരുതുമെന്നുള്ള ബോധ്യം. മന്ന ലഭിക്കുമെന്നോ, കാടപ്പക്ഷി ലഭിക്കുമെന്നോ, വെള്ളം ലഭിക്കുമെന്നൊന്നും ചിന്തിക്കാതെ ഒന്നടങ്കം വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നുള്ള ബോധ്യത്തിൽ ഒന്നടങ്കം ജനതയെ മുഴുവൻ വിളിച്ചിറക്കുന്ന ആ മോശയുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ഈ വചനത്തിലെ മനുഷ്യരെല്ലാം യഥാർത്ഥത്തിൽ വിശുദ്ധരായി തീരുന്നത്. അബ്രഹാമിനെ പോലെ സാഹസികമായ വിശ്വാസത്തിന്റെ അനുഭവം. വിശുദ്ധമായ വിവാഹ കൂദാശയിൽ സംബന്ധിക്കാറുണ്ട് ഞാനും നിങ്ങളും. നമ്മൾ സംബന്ധിക്കുമ്പം നമ്മുടെ ഒട്ടുമിക്ക പേരുടെയും ചിന്തകളും നോട്ടവും പോകുന്നത് ഒന്നീ പെൺകുട്ടിയുടെ കഴുത്തിലേക്കാണ്. എത്ര പവൻ സ്വർണമാണ്, അല്ലെങ്കിൽ ക്യാമറക്കാർ ആരാണ് നടത്തുന്നത്, പലവിധമായ ചിന്ത. ചിലപ്പോൾ ചില ഉദ്യോഗ നിർഭരമായ നിമിഷമുണ്ട്. ചെറുക്കൻ താലി കെട്ട 1 മിനിറ്റ് താമസിച്ച ഏറ്റവും പുറകെ നിൽക്കലൂടെ തെള്ളി വന്ന് ഫ്രണ്ടിൽ വന്ന് നോക്കൂ, ഇവൻ എന്താണ് ഇവിടെ സംഭവിച്ചത്. വിവാഹ കൂദാശയിൽ സംബന്ധിക്കുമ്പം ഒന്നാന്തരമായ ഗാനങ്ങളുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒത്തിരി നാൾക്ക് മുമ്പേ കണ്ടവരെയൊക്കെ കണ്ടിങ്ങനെ സംസാരിച്ചിങ്ങനെ പോവുകയാണ്. ആടേലും കുറ്റവും കുറവൊക്കെ പറഞ്ഞ് പള്ളിക്ക് വെളിയിലും അകത്തുമായി. പക്ഷെ വിളിച്ചിരിക്കുന്നത്, അവർ പറയുന്നത് പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യമാണ്. ഓഡിറ്റോറിയത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടി അല്ല കല്യാണത്തിന് വിളിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം. വ്യത്യസ്തമായ 2 കുടുംബങ്ങളിൽ ജനിച്ച
ആ രണ്ടുപേര് ഒന്നായി തീർന്ന് ആയുഷ്കാലം അവർക്ക് ലഭിക്കേണ്ട കൃപകളെ പ്രാപിക്കുകയാണ്. എവിടെ വെച്ച് വിവാഹം നടത്തിയാലും ആ വിവാഹത്തിൽ നല്ലൊരു ചൊല്ലുണ്ട്. സാറയോട് അബ്രഹാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഇദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. എന്ത് അർത്ഥവത്തായ പാട്ട്! നമ്മളും പറയും, എന്തൊരു സുഖം, നല്ല കൊയറുകാരികളാ പാടുന്നെങ്കിൽ എന്തൊരു സുഖമാണിത് കേൾക്കാൻ. പക്ഷേ അവിടെ വലിയൊരു സന്ദേശമുണ്ട്. സാറയോട് അബ്രഹാമിനെ വാഴ്ത്തിയ ദൈവം, റാഹേലോട് യാക്കോബിനെ വാഴ്ത്തിയ ദൈവം, റഫ്കയോട് ഇസ്ഹാക്കിനെ വാഴ്ത്തിയ ദൈവം, നിന്റെ ജീവിതത്തിലും ഈ പൂർവീക പിതാക്കന്മാരെ വാഴ്ത്തിയ ദൈവം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഈ പിതാക്കന്മാരെ പോലെ ആ ദൈവികമായ വിശ്വാസത്തിൽ ദൈവം കരുതിക്കൊള്ളുമെന്ന് കരുതുവാനുള്ളൊരു ശക്തമായ ബോധ്യമാണ് ഈ വിശുദ്ധമായ വിവാഹ കൂദശയ്ക്ക് നമുക്ക് നൽകുന്നത്. അബ്രഹാം പറയുന്നുണ്ട് സഹോദരനോട് 13-ാം അധ്യായത്തിൽ, നീരോട്ടമുള്ള ദേശവും നിനക്കിഷ്ടമുള്ളതും എടുത്തതിന്റെ ബാക്കി മതി എന്ന് പറയുന്ന അബ്രഹാം, നീരോട്ടമുള്ള പ്രദേശവും നിനക്കിഷ്ടമുള്ളതും എടുത്തതിന്റെ ബാക്കി മതി എന്ന് പറയുന്ന സാഹസികമായ വിശ്വാസം. അബ്രഹാം എന്ന് പറയുന്ന ഈ പ്രായവളി അപ്പച്ചൻ തെരഞ്ഞെടുത്തത് മൊട്ടക്കുന്നായിരുന്നു. പക്ഷേ സഹോദരനായ ലോത്ത് തെരഞ്ഞെടുത്തത് നീരോട്ടമുള്ള പ്രദേശം. നീരോട്ടമുള്ള പ്രദേശത്ത് ലോത്ത് കൂടാരം അടിച്ചടിച്ചടിച്ചടിച്ചു ചെന്ന് സോദോം ഗോമോറയിൽ ചെന്ന് അവിടെ അസ്വസ്ഥനാകുമ്പോൾ മൊട്ടക്കുന്നുകൾ എടുത്തൊരു പിതാവ് തന്റെ മൊട്ടക്കുന്നുകളിലെല്ലാം ദൈവത്തിന് യാഗപീഠം പണിത് അവൻ മമ്മറയുടെ തോപ്പിൽ സ്വസ്ഥതയോടുകൂടി ഇരിക്കുന്ന അനുഭവം ചിന്തിക്കണം പ്രിയമുള്ളവരെ. സമ്പത്തും സൗഭാഗ്യങ്ങളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാവുന്നതിലും കരുതാവുന്നതിലും അധികമായി ഉദ്ദേശിച്ചതിൽ അധികമായ നന്മകൾ കൊണ്ട് ദൈവം നിറച്ചിട്ടുണ്ട്. സാമ്പത്തികവും സൗഭാഗ്യങ്ങളുമെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഭവനം ഉൾപ്പെടെ ഏത് ഭവനത്തിലുണ്ട് ഒരു രാത്രിയെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്ന അനുഭവം ഇന്ന് ഇരിക്കുന്ന ഏത് വ്യക്തികളുടെ ഭവനത്തിലുണ്ട്. സമ്പത്തായിരുന്നു വിഷയമെങ്കിൽ ദൈവം സമ്പത്ത് തന്നു. വിദ്യാഭ്യാസമാണ് വിഷയമെങ്കിൽ ദൈവം വിദ്യാഭ്യാസം തന്നു. എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. പക്ഷേ ഒരു കുടുംബങ്ങളിലും സമാധാനമില്ല പ്രിയമുള്ളവരെ. ഒരു കുടുംബങ്ങളിലും സന്തോഷമില്ല. എല്ലാവരും വന്ന് പങ്കുവെക്കുന്നത് കുടുംബജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ കുറിച്ചാണ്. ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ ഭവനങ്ങളിൽ തകർച്ചയുടെ അനുഭവങ്ങളാണ് കുടുംബജീവിതത്തിന്റെ അനുഭവങ്ങൾ. ഇവിടെയാണ് പ്രിയമുള്ളവരെ വിശ്വാസം നൽകുന്നത്. സാഹസികമായ അഡ്വഞ്ചറസ് സ്പിരിറ്റാണ് വിശ്വാസം നൽകുന്നത്. നാം കാണുന്നുണ്ട് പ്രളയത്തിന്റെ ഒടുവിൽ ഒരു ഒലിവിലയുണ്ട്. ചെങ്കടൽ തിരകൾക്കപ്പുറത്ത് ഉല്ലാസ നൃത്തമുണ്ട്. ഊഷരഭൂമിയിൽ തെളിനീരുണ്ട്. ഇതെല്ലാം കടന്നാൽ അമാലോക്കിനെയും ചെങ്കടലും ഫറവോനെയും ഇതെല്ലാം കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ പാലും തേനും ഒഴുകുന്ന കനാൻ കൈവശമാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇനി ഈ പ്രാർത്ഥനയ്ക്കെല്ലാം പോകുന്നതിന്റെയും എവിടെല്ലാം പോകുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ചെങ്കടലും കടക്കണ്ട, അമാലോക്കിനെ നേരിടണ്ട, ഫറവോനെ നേകണ്ട, നേരെ മിസ്രൈമിൽ നിന്ന് ചെന്നു കുത്തേണ്ടത് കാലുകുത്തേണ്ടത് കനാനിലോട്ടാ. നമ്മുടെ ഇഷ്ടം, നമ്മുടെയൊക്കെ പ്രാർത്ഥന അതിനു വേണ്ടിയാ. പക്ഷേ ദൈവവചനവും പിതാക്കന്മാരും സാക്ഷിക്കുന്നു, നിന്റെ മിസ്രൈമിൽ നിന്നുള്ള യാത്രയിൽ ഇഹലോക ജീവിതത്തിൽ അമാലോക്ക് എന്ന് പറയുന്ന ശത്രുവായ മനുഷ്യനുണ്ട്. ദുഷ്ടന്റെ പൈശാചികളുണ്ട്, തന്ത്രങ്ങളുണ്ട്, കെണികളുണ്ട്. ഫറവോനെ പോലെ അവന്റെ അധികാരങ്ങൾ വലുതാക്കുവാൻ മറ്റുള്ളവനെ ചവിട്ടിത്താഴ്ത്തുന്ന ഫറവോനുണ്ട്. ചെങ്കടലുണ്ട്, പാപത്തിന് അനുഭവമുണ്ട്. ഇതെല്ലാം കടന്നു ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാലും തേനും ഒഴുകുന്ന കനാൻ നമുക്ക് കൈവശമാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരാളെ ചുമലിലേറ്റിപ്പോവുക എന്നത് കഠിനമായ ശ്രമമാണ്. മടങ്ങിപ്പോകുവാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിട്ടും ആൾക്കൂട്ടത്തിനപ്പുറത്ത് ഹൃദയമറിയുന്നവനെ ഇവർ കണ്ടു. ഒത്തിരി കാരണങ്ങളുണ്ട് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ അരികിലെത്തണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ട വരും. ചിലപ്പോൾ സാഹസികമായി സഞ്ചരിക്കേണ്ട വരും. എന്താ ഈ 4 പേരുടെ സാഹസികത? എന്താ? നിങ്ങൾ ഒത്തിരി നൊയമ്പ് സമയങ്ങളിലെ ഒരു ഞായറാഴ്ചയിലെ ധ്യാന ഭാഗം കൂടിയാണിത്. ഒത്തിരി കേട്ടറിഞ്ഞ ഭാഗം. എന്താ സാഹസികത? എന്താണ് ഇവരുടെ വിശ്വാസത്തിൽ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ജനക്കൂട്ടം ഒരു വലിയ പ്രതിസന്ധിയാണ്.
നിൽക്കുന്ന ജനം വലിയ പ്രതിസന്ധിയാണ്. ഈ ഇരിക്കുന്ന ജനം വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം മറ്റുള്ളവൻ അകത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവനവന്റെ സ്വകാര്യ ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ്. ആൾക്കൂട്ടം എന്നത് നമുക്ക് സോഷ്യോളജിയിൽ പറയുന്നത് അന്ധതയുടെ ഇടമാണ്. ആൾക്കൂട്ടത്തിൽ പരുമലയിൽ നമ്മുടെ പെരുന്നാളുകൾക്കൊന്നും ആൾക്കൂട്ടത്തിന്റെ അധികം മരിച്ചതായിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഭോപ്പാലിൽ ഭക്തി എന്ന് പറയുന്ന സ്ഥലത്ത് 180-200ഓളം പേരാണ് പുണ്യസ്ഥലം ദർശിച്ച് ചവിട്ടി മെതിക്കപ്പെട്ട് മരണമടഞ്ഞത്. അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ, പുണ്യസ്ഥലങ്ങളിൽ ആൾക്കൂട്ടത്തിനടുവിൽ ചവിട്ടി മെതിക്കപ്പെടുന്ന അനേകരുണ്ട്. കാരണം ആൾക്കൂട്ടം അന്ധകാരം നിറഞ്ഞതാണ്. കാരണം എന്താണ്? അവനവന്റെ ആവശ്യങ്ങൾ മാത്രം. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ മറ്റുള്ളവനെ കുറിച്ച് അല്പം പോലും ബോധ്യമില്ലാത്ത അനുഭവം. ഇവിടെ ഇവർക്ക് പ്രതികൂലമായി ജനം നിൽക്കുകയാണ്. രണ്ടാമത് തമ്പുരാൻ ഇരിക്കുന്ന വീടിന്റെ ഉയരം. മൂന്നാമത് കിടക്കയുടെ ഭാരം. പക്ഷേ ഈ പ്രതിബന്ധങ്ങളെല്ലാം മതിമറന്ന് ഓരോന്നും മറികടന്ന് അവർ യേശുതമ്പുരാന്റെ അടുക്കലേക്ക് എത്തുകയാണ്. വേറൊരു പ്രതിബന്ധമുണ്ട്. ജനക്കൂട്ടവും വീടിന്റെ ഉയരവും ഈ കിടക്കയുടെ ഭാരമെല്ലാം കഴിഞ്ഞെങ്കിലും മറ്റൊരു ഏറ്റവും വലിയ പ്രതിബന്ധമുണ്ട്. എന്താണ്? ക്രിസ്തുവും ജനവുമായി മറയ്ക്കുന്ന റൂഫുണ്ട്, മേൽക്കൂരകളുണ്ട്. ആ ഭവനത്തിന്റെ മേൽക്കൂര ഒരു വലിയ പ്രതിസന്ധിയാണ് പ്രിയമുള്ളവരെ. ഹൈഡിങ് റൂഫ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവും നമ്മെ മറയ്ക്കുന്ന ചില ഹൈഡിങ് റൂഫുകളുണ്ട്. അഹങ്കാരത്തിന്റെ, ആഡംബരത്തിന്റെ, താൻ പ്രമാണിത്വത്തിന്റെ, അങ്ങനെ പലവിധമായ പൊങ്ങച്ചങ്ങളുടെയും അസൂയയുടെയും ഹുങ്കിന്റെയും ഈ റൂഫുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ മേൽപ്പുരകൾ പൊളിക്കുമ്പോൾ മാത്രമേ ക്രിസ്തു ദർശനം നമുക്ക് യഥാർത്ഥത്തിൽ സാധ്യമായി തീരുകയുള്ളൂ. ജീവിതത്തിന്റെ മേലുള്ള മേൽക്കൂരകൾ, അഹന്തയുടെ, ആഡംബരത്തിന്റെ, മത്സരത്തിന്റെ, അധികാരത്തിന്റെ മേൽക്കൂരകൾ പൊളിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സമയങ്ങൾ മേൽക്കൂരകൾ പൊളിക്കേണ്ട സമയമാണ്. ദൈവസന്നിധി ചിന്തിച്ചു നോക്കാം. എൻ്റെ അഹങ്കാരം മൂലം, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അഹങ്കാരത്തിന്റെ ഫലമായി എത്രയോ ദുരന്തമായ അനുഭവങ്ങൾ, എൻ്റെ ചില അഹങ്കാരപ്രദമായ പ്രവൃത്തികളുടെ ഫലമായി, എൻ്റെ ചില വാക്കുകളുടെ ഫലമായി എത്രയോ ദുരിതങ്ങൾ, കുടുംബജീവിതത്തിന്റെ അസ്വസ്ഥതകൾ എൻ്റെ വാക്കിന്റെ ഫലമായി സംഭവിച്ചിരിക്കുന്നു. എത്രയോ പേർക്ക് ജീവിതത്തിന് വിഘാതമായി എൻ്റെ ചില പ്രവൃത്തികൾ നിൽക്കുന്നുണ്ട്. ഈ മേൽക്കൂരകൾ പൊളിക്കേണ്ട കാലഘട്ടം. കാരണം പക്ഷവാതം രോഗം തളർത്തിയ മൺശരീരത്തിനപ്പുറം രോഗം ബാധിച്ച മനസ്സിനെ തമ്പുരാൻ കണ്ടു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. രോഗം സൃഷ്ടിക്കുന്ന തടവറയാണ് പക്ഷവാതം. കാരണം ജീവനുണ്ടെങ്കിലും മൃതാവസ്ഥയാണ്. എന്താണ് പാപം കൊണ്ട് സംഭവിക്കുന്നത്? ആന്തരികമായ മരണം. ഇന്റേണൽ, ഇമോഷണൽ, സ്പിരിച്വൽ ഡെത്ത്. ഈ 3 മരണങ്ങൾ സംഭവിക്കും. ഇന്റേണൽ ഡെത്ത്, ഇമോഷണൽ ഡെത്ത്, സ്പിരിച്വൽ ഡെത്ത്. അതാണ് ഏദൻ തോട്ടത്തിൽ കാണുന്നത്. വൃക്ഷത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്. ഭക്ഷിച്ചു. അന്നേരം ചോദിക്കുന്നു, വൈകാരികമായ മരണം. വൈകാരികമായ മരണം, വികാരം മരിക്കുമ്പോൾ എന്തുമാകാം. അതുകൊണ്ടാണ് അമ്മയ്ക്ക് മോനെ തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്നത്. മോൻ അമ്മയെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് വികാരങ്ങൾ മരിച്ചു പോകുന്നതുകൊണ്ടാണ്. പത്രമായി കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളിൽ വായിച്ചറിഞ്ഞു എന്ത് മോശകരമായ പ്രവൃത്തികൾ. ഒരു മകൻ അമ്മയ്ക്ക് പിന്നാലെ, അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കാതെ അമ്മയെ പീഡിപ്പിക്കുന്ന ചിത്രം. ഇത് നാളെ എന്റെയും നിങ്ങളുടെയൊക്കെ ഭവനങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങൾ കടന്നു വരും. കാരണം വികാരം മരിക്കുമ്പോൾ എന്തു പോകാം. ഈ പഴം കഴിച്ചപ്പോൾ വികാരം മരിച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാണോ? പ്രിയമുള്ളവരെ, ഇമോഷണൽ, അതുപോലെ ഇന്റേണൽ, ഇമോഷണൽ, സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കും. പാപം കൊണ്ട് സംഭവിക്കുന്നത്. ആ പാപത്തെ പൊളിച്ചെറിയുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. ആൾക്കൂട്ടവും പൊളിച്ച മേൽക്കൂരയും വിശ്വാസയാത്രയിൽ പ്രതികൂലങ്ങൾ തന്നെയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ വിശ്വാസയാത്രയിൽ, വിശ്വാസ ജീവിത പടകിൽ നിന്ന് സന്ധിക്ക് പാട്ടുപാടും, ദേവാലയത്തിൽ ഇരുന്നൊക്കെ പാട്ടുപാടിയാൽ മാത്രം പോരാ. വിശ്വാസ ജീവിത പടകിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ജീവിതത്തിന്റെ സുഖസമൃദ്ധമായ ജീവിതമല്ല ദൈവം വെച്ച് നീട്ടുന്നത്. കുരിശു നിറഞ്ഞ ജീവിതമാണ്. അതുകൊണ്ടാ കുരിശു നിറഞ്ഞ മാല വാഴ്ത്തി തരുന്നത്. ഈ അടുത്ത സമയത്ത് ഒരാൾ വിളിച്ചു ചോദിച്ചു, മിന്നെടുക്കുമ്പോൾ 33 കുത്തുകളുള്ള മിന്നു മതിയോ, അത് 7 വേണോ 9 വേണോ? നമുക്കൊക്കെ ബാഹ്യമായ ആഡംബരത്തിലാണ് എല്ലാം നടക്കുന്നത്. വിവാഹവും
മാമോദീസായും ശവസംസ്കാരം ഇതൊക്കെ ഒരു ചടങ്ങ്, വെറും ഒരു ചടങ്ങായി തീരുകയാണ് യഥാർത്ഥമായ. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതൊക്കെ ഒരു മരണം വരെ എന്ന് പറഞ്ഞ് മകരം വരെയൊക്കെ ആയി പോകുന്നത്. അവിടെ കൊണ്ട് തീരുകയാണ് പല ദാമ്പത്യ ബന്ധങ്ങളും. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. യഥാർത്ഥത്തിൽ വിശ്വാസയാത്രയിൽ പ്രതികൂലങ്ങൾ ഏറെയുണ്ട്, പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഇവരുടെ വിശ്വാസം കണ്ട് ഇവന് സൗഖ്യം നൽകുന്നു. കിടക്കയിൽ വസിക്കുന്നവനിൽ നിന്നും കിടക്ക വഹിക്കുന്നവനിലേക്ക് രൂപാന്തരം വരുത്തി തമ്പുരാൻ. കിടക്കയിൽ വസിച്ചവനെ ആ കിടക്ക വഹിക്കുന്നതിലേക്ക് രൂപാന്തരം വരുത്തി. കിടക്കയ്ക്ക് 4 കാലുകളാണ്. 2 കാലുകൾ അപ്പന്റെയും 2 കാലുകൾ അമ്മയുടെയുമാണ്. ഇതുവരെ നിന്നെ ചുമന്ന, നിന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തുടർന്ന് ചുമക്കുവാനുള്ള ഒരു വലിയ നിർദ്ദേശമാണ് തമ്പുരാൻ അവിടേക്ക് കൊടുത്തു വിടുന്നത്. ഇതുവരെ നിന്നെ ചുമന്ന, നിന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ചുമക്കുവാൻ നീ നിന്റെ കിടക്കയും എടുത്ത് നിന്നെ ഇതുവരെ വഹിച്ചു. നിന്റെ ജീവിതത്തിൽ നിനക്ക് തനിയെ നിൽക്കുവാൻ പ്രാപ്തിയിൽ ഈ മാതാപിതാക്കൾ എത്തിച്ചു. അവരെ വഹിക്കുവാനുള്ള ഒരു വലിയ നിർദ്ദേശം കൂടി തമ്പുരാൻ അവന് കൊടുത്തുവിടുകയാണ്. ഒറ്റയ്ക്ക് വഹിച്ചവൻ സംഘയാത്രക്കാരനായി പോവുകയാണ്. ഒടുവിൽ എത്തിയവൻ, യഥാർത്ഥത്തിൽ ഒടുവിലെത്തിയവൻ ഒപ്പമെത്തുന്ന അനുഭവം. ചിന്തിച്ചു നോക്കിയേ, എത്രയോ പേരാ തമ്പുരാന്റെ പ്രസംഗം കേൾക്കുവാനിരുന്നത്. എത്രയോ പേരുണ്ട് ആവശ്യങ്ങൾ പങ്കുവെക്കുവാൻ വന്നവർ. പക്ഷെ ആരും തിരിച്ചറിയാതെ കിടന്ന ഒരുവനെ 4 പേർ ചെന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ മറ്റെല്ലാവരെക്കാട്ടിലും തമ്പുരാന്റെ നോട്ടം എത്തിയത് പുരമുകളിലേക്കാണ്. പുരമുകളിൽ നിന്ന് താപ്പോട്ട് അവനെ ഇറക്കി വെച്ചപ്പോൾ അവനിലേക്കാണ് നോട്ടം. അവനോട് പറഞ്ഞു, നിന്റെ പാപം മോചിക്കപ്പെട്ടു തന്നിരിക്കുന്നു, മോചിച്ചിരിക്കുന്നു നിന്റെ പാപം. തമ്പുരാൻ അറിയാം, പക്ഷപാതം ബാധിച്ച ശരീരത്തിനപ്പുറം മനസ്സിന്റെ ചില വികൃതികളുണ്ട്, ചില പാപത്തിന്റെ അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. സദൃശവാക്യം 28 പറയുന്നു, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. പ്രിയമുള്ളവരെ, ചിന്തിച്ചു കൊള്ളണം, തിരിച്ചുകൂടെ വായിച്ചു നോക്കണം വേദവചനങ്ങൾ. ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. ചില അശുഭകരമായ അനുഭവത്തിന് കാരണം എൻ്റെ ചില ലംഘനങ്ങളാകാം. ജീവിതത്തിൽ അശുഭകരമായ ചില അനുഭവത്തിന് കാരണം എൻ്റെ ലംഘനങ്ങളാകാം, എൻ്റെ കുറവുകളാകാം, എൻ്റെ ബലഹീനതകളാകാം. ഇവിടെയൊക്കെ വലിയൊരു വാഗ്ദത്തമുണ്ട്. പാട്ടിൽ മാത്രമല്ല, ഹൃദയം നുറുങ്ങിയവർക്ക്, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. പ്രിയമുള്ളവരെ, നിന്റെ ഏത് ദുഃഖത്തിന്റെയും രോഗത്തിന്റെയും പ്രതികൂലങ്ങളുടെയും ഞെരുക്കങ്ങളുടെയൊക്കെ അനുഭവത്തിൽ വർഷങ്ങൾ എടുത്തിരിക്കാം നിന്റെ കണ്ണുനീരിന്റെ ഫലം അനുഭവിക്കുവാൻ. നാളുകൾ എടുത്തിരിക്കാം, കാലങ്ങൾ എടുത്തിരിക്കാം നിന്റെ കണ്ണുനീരുകൾക്ക് പ്രയോജനം ലഭിക്കുവാൻ. പക്ഷേ ദൈവം നോക്കുന്നത് നിന്റെ കണ്ണുനീരും നിസ്സഹായ അവസ്ഥയുമാണ്. ദൈവം ഉരുവിടുന്നത് നിന്റെ പ്രാർത്ഥനയുണ്ട്, നിന്റെ കണ്ണുനീരുണ്ട്, നിന്റെ നിസ്സഹായാവസ്ഥയുണ്ട്. യെശയ്യാ പ്രവചനം 38 ഒരു രോഗിയായി മരണ ചീട്ടെഴുതി കൊടുത്ത ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ്, അവൻ തമ്പുരാനോട് പറയുന്നു, അയ്യോ യഹോവേ, ഏകാഗ്ര ഹൃദയത്തോടും നിഷ്കളങ്കതയോടും നിന്റെ മുമ്പാകെ പ്രസാദമുള്ള ചെയ്തിരിക്കുന്നു, എന്നെ ഓർക്കണമേ. പറഞ്ഞത് നിന്റെ പ്രാർത്ഥന മാത്രമെന്നല്ല പറഞ്ഞത്. യെശയ്യാ പ്രവാചകനോട് അരുളി ചെയ്യുകയാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. മരണച്ചീട്ടെഴുതി കൊടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞ യൗവനക്കാരന് മരണച്ചീട്ടെഴുതി കൊടുത്തവന് ദൈവം ആയുസ് മാറ്റി 15 സംവത്സരങ്ങളെ അധികം കൊടുത്തു. കാരണം എന്താണ്? നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരിന് പ്രയോജനമുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യതയിൽ നാം ഒഴുക്കുന്ന കണ്ണുനീരിന് ദൈവത്തിന്റെ കാരുണ്യത്തെ വിളിച്ചിറക്കുവാൻ സാധിക്കും. ജീവിതത്തിന് അനുഭവമുണ്ട്. സ്വകാര്യ നിമിഷങ്ങളിൽ ദൈവമുമ്പാകെ നാം ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവത്തിന്റെ കാരുണ്യം വിളിച്ചിറക്കും. ഹിസ്കിയാവ് കരഞ്ഞു പ്രാർത്ഥിച്ചു, വിശ്വസ്തത ഏകാഗ്രതയോടെ നിന്റെ മുമ്പാകെ പ്രസാദമുള്ള ചെയ്തു, എന്നെ ഓർക്കണമേ പറഞ്ഞു. നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. നിന്റെ ആയുസിനോട് 15 സംവത്സരം നീട്ടിത്തരുന്ന ദൈവം. മരണച്ചീട്ട് എഴുതി കൊടുത്തവന് ആയുസിന്റെ ചീട്ട് 15 വർഷം കൂടെ എഴുതി കൊടുക്കുവാൻ ശക്തനായ ദൈവം. ദൈവം ചോദിക്കുന്നത്, നിനക്ക് ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധ്യമാണോ? ഒരു ജനം മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ പ്രവാചകനെ പ്രസംഗത്തിന് അയക്കുകയാണ്. ജനം രട്ടെടുത്ത് വെണ്ണീറിലിരുന്നു. ദൈവം തമ്പുരാൻ ജനത്തിനുമേൽ വരാനിരുന്ന മഹാവ്യാധികൾ
മാറ്റിക്കൊടുത്തു. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവത്തിന്റെ സവിശേഷത, ദൈവത്തിന്റെ ബലഹീനത എന്താണ് ചോദിച്ചാൽ, നിന്റെ ഒരു തുള്ളി കണ്ണുനീര് കാണുമ്പോൾ അവനും നിന്നോടൊപ്പം കരയും. അതാണ് ദാവീദ് 51-ാം സങ്കീർത്തനം 12 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞ്, ദൈവമേ, തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, എൻ്റെ തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ് കാണുമ്പോൾ അത് കണ്ട് മനസ്സലിഞ്ഞ് നിന്നോടൊപ്പം കരയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിസ്സഹായാവസ്ഥ കണ്ട്, നിന്റെ കണ്ണുനീര് കണ്ട് കരയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഈ രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്റെ കണ്ണുനീരുകളെ മാനിക്കുന്ന ദൈവമാണ്. നിന്റെ രോഗത്തെ കാണുന്ന ദൈവമാണ്. നിന്റെ ഹൃദയത്തിനെ ശോധന ചെയ്യുന്ന ദൈവമാണ്. എനിക്ക് തോന്നുന്നത് കുറെ മനുഷ്യരുടെയൊക്കെ വിചാരം കുറെ അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവം കേൾക്കുമെന്നാണ്. പല വീടുകളും കണ്ടിട്ടുണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടില് അവരെ കാണാൻ കഴിയാതെ വണ്ണം മതിലൊക്കെ അങ്ങ് പൊക്കിക്കെട്ടും, അതിന് മണ്ടയ്ക്ക് വലിയ കൂമ്പനെയുള്ള കമ്പിയും വെക്കും, അതിൻ്റെ ഇടയ്ക്കെല്ലാം കുറെ കുപ്പിച്ചിലും വാരിയിടും. എന്നിട്ട് വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, മതിലെഴുതി വെച്ചിട്ടുണ്ട്, സഹോദരനെ പകയ്ക്കുന്നവൻ ശിക്ഷാവിധിക്ക് അർഹനായി തീരും. പക്ഷെ ഇവൻ സഹോദരനെ പകയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ മതിൽ പൊക്കിക്കെട്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ബിരുദമായൊക്കെ ജീവിച്ചിട്ട് എന്നിട്ട് കുറെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും കാണുന്നില്ല. തമ്പുരാൻ വീണ്ടും പറയുന്നു, നിന്റെ സഹചരിൽ നിനക്ക് കാരുണ്യം കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾ വ്യർത്ഥമായി തീരും. പ്രിയമുള്ളവരെ, സത്യമാണ്, നിന്റെ പ്രാർത്ഥനകൾ വ്യർത്ഥമായി തീരും. കാരുണ്യമില്ലാത്ത പ്രാർത്ഥനകൾ, സഹാനുഭൂതിയില്ലാത്ത പ്രാർത്ഥനകൾ, അല്പം പോലും ദൈവ ഇഷ്ടത്തിന് വിപരീതമായി നിൽക്കുന്ന ജീവിതത്തിന് ചില അനുഭവങ്ങൾ വെച്ചുള്ള പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കില്ല. മറിച്ച് തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് ദൈവം അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം നാം കാണുന്നു. അനുതാപത്തിന്റെ വാതിൽ മരണദിനം വരെ തുറന്നിടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അനുതാപത്തിന്റെ വാതിൽ. നമ്മൾ ചില മനുഷ്യരെ പുച്ഛിക്കാറുണ്ട്. ചിലപ്പം ഇതര വിശ്വാസത്തിലൊക്കെ പോയി തിരിച്ചു വരുന്നവരെ ചില ദേവാലയത്തിലൊക്കെ എന്തൊരു കടിപിടി കൂടാറുണ്ട്. പെന്തിക്കോസ് വിശ്വാസത്തിൽ പോയി തിരികെ വരുന്നവർ ഇവിടെ ചേർക്കുവാൻ തക്കവണ്ണം അവനെ ഇത്ര വർഷത്തേക്ക് മാറ്റി നിർത്തണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രമാണങ്ങളാണ് അടിക്കുന്നത്. പക്ഷേ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ദൈവികമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ പലരും നിഷ്ക്രിയരായി പോകുന്ന അനുഭവമുണ്ട്. അനുതാപത്തിന്റെ വാതിൽ മരണദിനം വരെ ദൈവം തുറന്നിടും. അതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദുഷ്പ്രവർത്തികൾ ചെയ്തവൻ തമ്പുരാന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുകയാണ്. ഒരു മനുഷ്യൻ മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷം പ്രാർത്ഥിച്ചു, യേശുവേ, ദാവീദ് പുത്ര, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. തമ്പുരാൻ നോക്കിയില്ല അവന്റെ പാസ്റ്റിനെ കുറിച്ച്, അവന്റെ ഭൂതകാലത്തെ കുറിച്ച് തമ്പുരാൻ ഒന്നും ചോദിച്ചില്ല. കഴിഞ്ഞ നാളുകളിൽ നീ ആരെയൊക്കെ കൊള്ളയടിച്ചെന്നോ, നീ കൊലപാതകം ചെയ്തെന്നോ, വ്യഭിചാരം ചെയ്യുന്നോ ഒന്നും ചോദിച്ചില്ല. പക്ഷെ മരണത്തിന്റെ അവസാന നിമിഷവും പറഞ്ഞു, യേശുവേ, ദാവീദ് പുത്ര, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലിരിക്കും. കടൽക്കരയിൽ നിന്നും അവിടെ നിന്നും ചുങ്കപ്പിരിക്കുന്ന വിളിച്ചു വരുത്തിയ 12 ശിഷ്യന്മാർ, അത്ഭുതം പ്രവർത്തിച്ച ശിഷ്യന്മാർ, തൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും കൂട്ടാളികളായ ശിഷ്യന്മാർ, അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം, വിശുദ്ധരായ ശിഷ്യന്മാർക്ക് ആദ്യം ലഭിക്കാത്ത സൗഭാഗ്യം, കഴിഞ്ഞ കുറെ നാളുകൾ കൊള്ളകളിലൂടെയും കൊള്ളിവെപ്പിലൂടെയും ജീവിച്ചവന് ഒരു നിമിഷം കൊണ്ട് ഹൃദയം വിങ്ങിപ്പൊട്ടി തമ്പുരാന്റെ ദൈവത്വത്തിൽ ഏറ്റുപറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലിരിക്കും. മരണനിമിഷം വരെയും ദൈവം അനുതാപത്തിന്റെ വാതിൽ തുറന്നിട്ട് വരും. ശമരിയക്കാരിൽ അപ്പോസ്തോലെ കാണുന്ന ദൈവം ശൗലിൽ പൗലോസിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കട്ടെ. എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. 4 പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗിയെ എടുത്തുകൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് തമ്പുരാൻ അവർക്ക് സൗഖ്യം നൽകി. രോഗം ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളുണ്ട്, അനുവദിക്കാത്ത സഹനങ്ങളുണ്ട്. രോഗവും രോഗക്കിടക്കുകളും ദൈവദർശനം സാധ്യമാകുന്നതാണ്. യോബ് പറയുന്ന പോലെ, നിന്നെക്കുറിച്ച് സമൃദ്ധിയിൽ കണ്ട ദൈവത്തെക്കാൾ എൻ്റെ സഹനത്തിൽ കണ്ട ദൈവത്തിനാണ് സൗന്ദര്യം. എല്ലാവരുടെയും ജീവിതത്തിന് അനുഭവങ്ങളാണ്. സമൃദ്ധിയിലല്ല ദൈവത്തിന്റെ സൗന്ദര്യം ദർശിക്കുന്നത്. എൻ്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ഞാൻ കണ്ട ദൈവത്തിനാണ് സൗന്ദര്യമെന്ന് യോബിനെ പോലെ പറയുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 4 പേർ കിടക്കയിൽ കിടന്നവനെ എടുത്തുകൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് സൗഖ്യപ്പെടുത്തി. അവരുടെ വിശ്വാസത്തിന്റെ 2 സവിശേഷതകൾ. ഒന്ന്, അവരുടെ വിശ്വാസം വിപ്ലവമായിരുന്നു. ഇരുന്ന് കേൾക്കുവാൻ ആഗ്രഹിച്ചവർ
ഇറങ്ങി പുറപ്പെടുകയാണ്. അപരനെയും തേടി ഇറങ്ങി പുറപ്പെടുന്ന ആധ്യാത്മികത കേട്ടാൽ മാത്രം പോരാ, മറ്റുള്ളവനെ കൂടി കരുതി ഒരുമിച്ചെത്തുമ്പോഴാണ്, ഒപ്പമെത്താൻ കഴിയാത്തവനെ കൂടി കരുതി ഒരുമിച്ചെത്തുമ്പോഴാണ്, ആ പ്രാർത്ഥനയിലാണ്, ആ കൂട്ടായ്മയിലാണ്, ആ ദൈവികമായ ആരാധന അനുഭവത്തിലാണ് ദൈവം പ്രസാദിക്കുക. വിശ്വാസം വിപ്ലവമായി തീർന്നപ്പോൾ കനാനേക്കാരി സ്ത്രീയുടെ വിശ്വാസം, ശപിക്കപ്പെട്ടവൾ, പാരമ്പര്യം കൊണ്ടും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവഗണിക്കപ്പെട്ടവൾ, പക്ഷെ തമ്പുരാന്റെ മുമ്പിൽ അവളുടെ വിശ്വാസം വിപ്ലവമായപ്പോൾ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വിലയേറിയത്. ഒന്ന്, ഇവരുടെ വിശ്വാസ വിശേഷത വിപ്ലവമായിരുന്നു. എന്റെയും നിങ്ങളുടെയും വിശ്വാസം ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാരസ്മരണയാകരുത്, കാര്യം സാധിക്കുവാൻ വേണ്ടി മാത്രമാകരുത്, മറിച്ച് വിപ്ലവങ്ങളെ സൃഷ്ടിക്കുന്ന വിശ്വാസം. നിന്റെ വിശ്വാസം കണ്ടിട്ട് പറയുവാൻ സാധിക്കണം, അവളുടെ ദൈവത്തിലുള്ള വിശ്വാസം കണ്ടില്ലേ, അവളുടെ രോഗത്തിന്റെയും പ്രതിസന്ധിയുടെയും തകർച്ചയുടെയും ദുരന്തങ്ങളുടെ നടുവിൽ അവൾ നിൽക്കുന്ന വിശ്വാസം കണ്ടില്ലേ, അവളുടെ വിപതി ധൈര്യം കണ്ടില്ലേ, മറ്റുള്ളവർ അത് കണ്ട് സാക്ഷിക്കുമ്പോഴാണ് നിന്റെ വിശ്വാസം വിപ്ലവമായി തീരുന്നത്. രണ്ട്, വിശ്വാസം സാഹസികമാണ്. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ മാത്രമല്ല, ജീവിതം ഒത്തിരി സാഹസികതകൾ നിറഞ്ഞതാണ്. എടുത്തുകൊണ്ട് വരുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രതിബന്ധങ്ങളായി ജനക്കൂട്ടവും, കട്ടിലിന്റെ ഭാരവും, കിടക്കയുടെ ഭാരവും, വീടിന്റെ ഉയരവും, ജനക്കൂട്ടവും, ഇതിന്റെ എല്ലാം ഭാരങ്ങളാണ്. പക്ഷെ സാഹസികമായി തന്നെ ജീവിക്കുവാൻ സാധിക്കണം. ക്രൈസ്തവ ജീവിതം സാഹസികതകൾ നിറഞ്ഞതാണ്. കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ജയം മാത്രമല്ല, പരാജയം കൂടി ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. പരാജയപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജയത്തിന്റെ ശ്രേഷ്ഠത അറിയുവാനായിട്ട് സാധിക്കുന്നത്. ജയത്തിൽ മാത്രമായി തീരുന്ന ഇന്നത്തെ സമൂഹം, ഇന്നത്തെ അമ്മമാരൊക്കെ പഠിപ്പിച്ചു വിടുന്നത് ജയത്തിലേക്ക് മാത്രമാണ്. 99 മാർക്ക് വാങ്ങിച്ചതിന് മുമ്പിൽ 98 വാങ്ങിച്ച കുട്ടി ഇന്ന് പരാജിതനാണ്. ഇന്നത്തെ അമ്മമാരുടെ സംസ്കാരമാണ്. അവിടെ അല്ല. പരാജയപ്പെട്ടു പോയാലും, നീ പിന്നോക്കം എത്തിയാലും നിന്നെ കരുതി വരുന്ന ഒരു സ്നേഹമുണ്ട്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. സാഹസികതയാണ് ജീവിതത്തിന്. പരാജയങ്ങളുടെ നടുവിൽ നിനക്ക് വിജയത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രളയത്തിനൊടുവിൽ ഒലിവില കണ്ട പോലെ, ചെങ്കടൽ കടന്നപ്പോൾ യഥാർത്ഥത്തിൽ നൃത്തം കണ്ടതുപോലെ, ഊക്ഷര ഭൂമിയിൽ കൂടെ കടന്നപ്പോൾ തെളിനീര് കണ്ട പോലെ, അബ്രഹാമിനെ പോലൊക്കെ സാഹസികമായി ജീവിക്കുവാൻ സാധിക്കണം. ഈ പ്രതിബന്ധങ്ങളുടെ നടുവിൽ അവനെ എടുത്തുകൊണ്ട് വരികയാണ്. എടുത്തുകൊണ്ട് വന്നവരുടെ വിശ്വാസം വിപ്ലവവും സാഹസികവുമായി തീർന്നു. തമ്പുരാൻ പറഞ്ഞു, ഇവരുടെ വിശ്വാസം കണ്ട് ഇവന് സൗഖ്യം നൽകുന്നു. നമ്മുടെ വിശ്വാസം മൂലം എത്ര പേർക്കൊന്ന് വിചിന്തനം ചെയ്തിട്ട് വേണം ഇവിടുന്ന് എണ്ണിച്ചു പോകുക. തക്കവണ്ണം ദൈവമേ, ഞാനായിരിക്കുന്ന സാഹചര്യം, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞാൻ ഏർപ്പെടുന്ന ജോലി സംബന്ധമായ അനുഭവങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസവും എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും കൊണ്ട് എത്ര പേർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ പക്ഷവാത രോഗിയുടെ സൗഖ്യം കിട്ടിയതുപോലെ നമ്മുടെ വിശ്വാസങ്ങളും പ്രാർത്ഥനകളും നൊയമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഉപവാസങ്ങളുമെല്ലാം അപരന് സാധ്യതയായി തീരണം, അപരന് അനുഗ്രഹമായി തീരണം, അപരന് കൂട്ടു നൽകുന്നതായി തീരണം. ആധ്യാത്മികത ഒറ്റപ്പെട്ടവന്റെ ആധ്യാത്മികതയല്ല, മറിച്ച് ക്രൈസ്തവ ജീവിതം ആധ്യാത്മികത എന്ന് പറയുന്നത് സംഘബോധത്തിന്റെ ആധ്യാത്മികത. ദൈവമേ, തിരുമുമ്പാകെ നിൽക്കുമ്പോൾ അപരനെയും കൂടി കൂട്ടുവാൻ, അവന്റെ കണ്ണുനീരൊപ്പുവാൻ, അവന്റെ സങ്കടങ്ങൾ അറിയുവാൻ, അവന്റെ പ്രയാസങ്ങൾ അറിയുവാൻ, അത് അറിഞ്ഞ് തിരിഞ്ഞു പോകലല്ല, അതറിഞ്ഞ് അതിനോട് പ്രതികരിക്കാനുള്ള കൃപ തരണമേ എന്ന് ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം തമ്പുരാൻ സ്വർഗീയമായ കൃപകളാലും നന്മകളാലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വചനം ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. വന്ദിനായ റമ്പാച്ചനോടും ക്ഷണിച്ച റമ്പാച്ചനോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.